ചേര കടിച്ചിട്ട് ആൾ മരിച്ചിട്ടുണ്ട്. ചേരയ്ക്ക് വിഷമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ആൾക്ക് വിഷബാധ ഏറ്റത് കൊണ്ടോ അല്ല. പലർക്കും ഒരു ധാരണയുള്ളത് കുഞ്ഞു പാമ്പുകൾക്ക് വിഷം ഉണ്ടാവില്ല എന്നാണ്. കുഞ്ഞു പാമ്പുകൾക്ക് വിഷം ഉണ്ടാവും. പച്ചക്കറി വാങ്ങിയ കവറിനകത്ത് വന്ന് ചീരയുടെ കെട്ടിനകത്തുനിന്ന് പാമ്പിന്റെ കടിയേറ്റ സംഭവങ്ങളുണ്ട്. പരിഗണനയും കരുണയും ഒക്കെ തോന്നാനുള്ള ഒരുപാട് ഘടകങ്ങൾ പാമ്പുകൾക്കുണ്ട്. 80% വിഷമില്ലാത്ത അപകടങ്ങളുമില്ലാത്ത പാമ്പുകളാണ്. ലൈസൻസ് ഉണ്ടോ? ഇല്ല. ഒരാളവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഓടി വന്ന് നമ്മളെ കടിച്ചിട്ട് പോകുന്ന സ്വഭാവം ഒരു പാമ്പുകൾക്കും ഇല്ല. നമ്മുടെ തലയ്ക്ക് ഒരാൾ വടിയെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈ ഉള്ളതുകൊണ്ട് നമുക്കത് തടയാൻ പറ്റും. പക്ഷേ ഈ പാമ്പിന് കൈയും കാലും ഇല്ലാത്തത് കൊണ്ട് തടയാൻ പറ്റില്ല. തലയ്ക്കുള്ള അടി കൊള്ളാനേ പറ്റുള്ളൂ. പാമ്പ് പേടിയിൽ നിൽക്കുകയാണ്. എവിടെ നോക്കിയാലും പാമ്പ്, ചുറ്റിനും പാമ്പ്, പത്രത്തിൽ പാമ്പ്, ഫോൺ തുറന്നാൽ പാമ്പ്, അങ്ങനെ ഒരു പേടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ടാണിത്? ഇത് ആക്ച്വലി നമ്മൾ പാമ്പുകളെ പറ്റി കൂടുതൽ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. എപ്പോഴും അങ്ങനെ ഒരു ട്രെൻഡ് പെട്ടെന്ന് വന്നു. ഒരു 2-3 ദിവസം കൊണ്ട് വാർത്തകളിൽ മുഴുവൻ പാമ്പുകൾ നിറയുന്നു എന്നുള്ളൊരു സാഹചര്യം വന്നു. അതുകൊണ്ടാണ്. അപ്പോൾ പെട്ടെന്ന് പാമ്പുകളെ പറ്റി ചർച്ച കൂടിയപ്പോഴേക്കും ഒരു ഫിയർ ഫാക്ടർ ഡെവലപ്പായി. അതായത് അതൊരു കൾട്ടിവേറ്റഡ് ഫിയർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പറഞ്ഞ പാമ്പുകളൊക്കെ പെട്ടെന്നൊരു ദിവസം എവിടുന്നെങ്കിലും ഇങ്ങനെ വന്ന് പെട്ടതൊന്നുമല്ല. ഇതെല്ലാം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്നതാണ്. അവയ്ക്ക് അവയുടേതായ വളരെ പ്രധാനപ്പെട്ട പാരിസ്ഥിതിക ധർമ്മങ്ങളുണ്ട്. ഇതൊന്നും നമ്മളെ ബോധ്യപ്പെടുത്താതെ ഒരു ഹിഡൻ അല്ലെങ്കിൽ ഒരു പാസീവായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന ജീവികളാണ് പാമ്പുകൾ. ഇപ്പോൾ പക്ഷികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സാന്നിധ്യം നമ്മളെ അറിയിക്കുകയും അല്ലെങ്കിൽ നമുക്ക് അവയുടെ ആക്ടിവിറ്റീസൊക്കെ നമുക്കെപ്പോഴും കാണാൻ പറ്റും. പാമ്പുകളുടെ ആക്ടിവിറ്റീസ് എന്താണെന്ന് നമുക്കെപ്പോഴും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഒരു സാന്നിധ്യത്തിലായിരിക്കില്ല അവരുടെ ഒരു ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇര പിടിക്കുന്നതായാലും ഈ ഫിയർ ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ടൊരു പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു എക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് മനസ്സിലാവാൻ വേണ്ടി ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 2025-26 കാലയളവിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പാമ്പ് കടിയേറ്റ് കേരളത്തിൽ മരിച്ചത് 18 പേരാണ്. ഒരു 5 വർഷം മുമ്പ് അത് 120-150ഓളം പേര് പാമ്പ് കടിയേറ്റ് ഒരു വർഷം കേരളത്തിൽ മരണപ്പെട്ടിരുന്നു. പക്ഷേ ഈ 18 പേര് മരിച്ച കഴിഞ്ഞ വർഷം കേരളത്തിൽ എലിപ്പനി ബാധിച്ച് മരിച്ചത് 362 പേരാണ്. എലികളുടെ എണ്ണം നോക്കുമ്പോഴേക്കും അവയുടെ എണ്ണം ഒരു ആരോഗ്യകരമായ ലിമിറ്റിനുള്ളിൽ നിയന്ത്രിച്ച് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ അവയിലൂടെ ഉണ്ടാകുന്ന ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെങ്കിൽ അത്തരം പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളൊക്കെ അവയിലൂടെ വരുന്നത് ചിലപ്പോൾ വളരെ മാരകമായിരിക്കും. അവയുടെ എണ്ണം വർദ്ധിക്കുന്നതും വളരെ പെട്ടെന്ന്, ഇപ്പം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആ ഒരു പേസിൽ വർദ്ധിക്കുന്ന ജീവികളുണ്ട്. അല്ലെങ്കിൽ ജോമെട്രിക് പ്രോഗ്രഷൻ, അതായത് 1, 2, 4, 8, 16 അങ്ങനെ ആ ഒരു വേഗതയിൽ വർദ്ധിക്കുന്ന ജീവികളുണ്ട്. ഇനി അതിനേക്കാൾ എക്സ്പൊണൻഷ്യൽ വേഗതയിൽ വർദ്ധിക്കുന്ന ജീവികളുണ്ട്. എലികളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പൊണൻഷ്യൽ വേഗതയിൽ വർദ്ധിക്കുന്ന ജീവികളാണ്. പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എലികളെ പിടിക്കുന്ന ഒരുപാട് ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്ന എലികളെ മൂങ്ങകൾ ഭക്ഷണമാക്കും. പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുന്ന എലികളെ പൂച്ചകൾ പിടിക്കും. അപ്പം രാത്രിയും പൂച്ചകളെ പിടിക്കും, പരുന്തുകൾ പിടിക്കും. പല തരത്തിലുള്ള പക്ഷികളൊക്കെ എലികളെ പിടിക്കാറുണ്ട്. പക്ഷേ മാളങ്ങൾക്കുള്ളിൽ പോയി എലിയെ പിടിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു ജീവി വിഭാഗം എന്ന് പറയുന്നത് മൂർഖനും ചേരയും ഒക്കെ ഉൾപ്പെടെയുള്ള പാമ്പുകളാണ്. ഒരു പെയർ എലിക്ക് ഒരു വർഷം കൊണ്ട് ഒരു 60,000 വരെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാ സ്പീഷീസും അല്ല, ചില സ്പീഷീസുകൾ അത്രയും വേഗത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. 20 ലക്ഷം വരെ 3 വർഷം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്പീഷീസ് ഉണ്ട് എലികൾ. അപ്പോൾ അതിനെ അത്ര കണ്ട് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബയോളജിക്കൽ ഏജൻസ് ഭൂമിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എലികളിലൂടെ വരുന്ന മനുഷ്യർക്കുണ്ടാകുന്ന അപകടങ്ങൾ വളരെ മാരകമായിരിക്കും. ഇപ്പോൾ ഒരു വെള്ളിമൂങ്ങ പെയർ ഒരു വർഷം 3600ഓളം എലികളെ പിടികൂടി ഭക്ഷണമാക്കുന്നുണ്ടെന്നാണ് കണക്ക്. അതിനേക്കാളും വളരെ എഫക്റ്റീവായിട്ട് എലികളുടെ എണ്ണം കൺട്രോൾ ചെയ്യുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ചേരകളാണ്. നമുക്ക് ചുറ്റും ഏറ്റവും എപ്പോഴും വേണ്ടുന്നൊരു കാറ്റഗറി കൂടിയാണ് ചേരകൾ. റാറ്റ് സ്നേക്ക് എന്നാണ് അതിൻ്റെ പേര് തന്നെ. മാളങ്ങൾക്കുള്ളിൽ പോയി എലികളെ പിടികൂടുന്നു, ഭക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു കൺട്രോള് നിലനിർത്തി കൊണ്ടുപോരുന്നത് പാമ്പ് വർഗത്തിൽപ്പെട്ട ജീവികളാണ്. ചേരകളുടെ മറ്റ് ഒരുപാട് പാരിസ്ഥിതിക പ്രാധാന്യങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, പൊതുവിൽ ആൾക്കാർക്ക് അറിയാത്ത.
ചേരകൾ നമ്മുടെ പരിസരത്തുണ്ടെന്നുണ്ടെങ്കിൽ ചേരകൾ എലികളെ മാത്രമല്ല ഭക്ഷണമാക്കുന്നത്, മറ്റ് പാമ്പുകളെയും പിടികൂടി ഭക്ഷണമാക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ബ്രീഡിംഗ് സീസണിലെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു ഫിയർ ഫാക്ടറിന് ഏറ്റവും ട്രിഗർ ചെയ്യുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞു പാമ്പുകളുടെ ഒരു സാന്നിധ്യമാണ്. ബ്രീഡിംഗ് സീസണാണ്, കുഞ്ഞു പാമ്പുകൾ ജനിക്കുന്നു. മെയിൻലി ഈ വിഷമുള്ള പാമ്പുകളുടെ, അതായത് ഹൈലി വെനമസ് കാറ്റഗറിയിൽ വരുന്ന മൂർക്കൻ, വെള്ളിക്കെട്ടൻ, ചേനത്തണ്ടൻ, ഇതിന്റെയൊക്കെ കുഞ്ഞുങ്ങളെ കാണുന്ന സീസണാണ് സമ്മർ സീസൺ. അത് ചിലപ്പോൾ അത് മാർച്ച് സെക്കൻഡ് ഹാഫിൽ തുടങ്ങാം, ചിലപ്പോൾ ഏപ്രിൽ ആദ്യം മുതൽ ഉണ്ടാവാം. ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ, മെയ്യോടുകൂടി ഇതൊക്കെ ഒന്ന് ഇതിനെ പുറത്ത് കാണാൻ പറ്റാത്തൊരു സാഹചര്യം. അതായത് തുടക്കത്തിൽ ഇതിനെ കൂടുതൽ പുറത്ത് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനിക്കുന്ന സ്ഥലം അത് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ്. ഇപ്പോൾ മുട്ടയിടുന്ന പാമ്പാണെങ്കിൽ മുട്ടയിടുന്നത്, ഈ അണലി വർഗമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രസവിക്കുക, മീൻസ് അത് ഓവോവിവി പാരസ് എന്ന് പറയും. മുട്ട ശരീരത്തിനുള്ളിൽ ഫോം ചെയ്തിട്ട് കുഞ്ഞുങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ വിരിഞ്ഞ് പുറത്തേക്ക് വരുന്നു, ആ കാറ്റഗറി. അവരായാലും പ്രസവിക്കുന്നത് വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യില്ല. ഈ പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പാരന്റൽ കെയർ ഒന്നുമില്ല. അമ്മക്കോഴി കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ അമ്മ പക്ഷി കുഞ്ഞുങ്ങൾക്ക് തീറ്റ ഇത് ഒക്കെ കൊണ്ടുവന്ന് കൊടുത്ത് ശരീരത്തിൻ്റെ ചൂടിൽ കരുതലും സംരക്ഷണവും ഒക്കെ കൊടുക്കുന്നത് പോലുള്ള സംവിധാനങ്ങളൊന്നും ഇവർക്കില്ല. ഇവർ ജനിച്ചാൽ ആ ഡേ 1 മുതൽ, അല്ലെങ്കിൽ മിനിറ്റ് 1 മുതൽ ഇവരുടെ നിലയ്ക്ക് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഭക്ഷണം അന്വേഷിക്കണം, ഇവർക്ക് സേഫായിട്ടുള്ള സുരക്ഷിതമായ സ്ഥലങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുന്ന സ്ഥലത്ത് ഇവർക്ക് ഫുഡിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവണം, വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവണം, സേഫായിട്ടുള്ള ഒരു ഹൈഡ് ഔട്ട് ആയിരിക്കണം. അപ്പം അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിക്കുന്ന ഒരു സഞ്ചാരത്തിലാണ് ജനിച്ച തുടക്കത്തിലുള്ള ഒരു ഏതാനും ദിവസങ്ങൾ. അപ്പോൾ ആ സമയത്താണ് ഇത് സഞ്ചരിച്ച് നമ്മുടെ വീടിൻ്റെ മുറ്റത്തോ വീടിനുള്ളിലോ കുഞ്ഞുങ്ങളുടെ ഷൂവിനകത്തോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ ഇവിടെയൊക്കെ വന്ന് പെടാനുള്ള സാധ്യത. ഈ ഒരു സീസണിൽ ഇങ്ങനെ സഞ്ചരിച്ച് അതിന് സേഫായിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നതോടുകൂടി പിന്നെ അവർ അവിടെ എന്താവും, പിന്നെ അങ്ങ് മറയും. പിന്നെ ആരുടെയും നമ്മുടെ സാന്നിധ്യത്തിലൊന്നും അവരെ കാണാൻ പറ്റത്തില്ല. നമ്മുടെ സാന്നിധ്യം ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ പുറത്തിറങ്ങാതെ ആ ഹൈഡൗട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ്. ബൈബിളിൽ പാമ്പുകളെ പറ്റി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പാമ്പുകളെ പോലെ വിവേകമുള്ളവരാവുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ വിവേകം എന്താണെന്ന് വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗിച്ചിൻ ഫുനാകൌഷി എന്ന് പറഞ്ഞിട്ടൊരു പഴയൊരു കരാട്ടെ മാസ്റ്റർ. അപ്പോൾ അദ്ദേഹം കരാട്ടെ, കുങ്ഫു, അതുപോലെ ജൂഡോ, ജുജിറ്റ്സു പോലുള്ള പല മാർഷൽ ആർട്സ് ഒക്കെ അതിൽ അവഗാഹം നേടിയ ആളായിരുന്നു, വിദഗ്ധനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഇപ്പോഴും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ചോദിക്കാറില്ലേ, കളരിയാണോ കരാട്ടയാണോ നല്ലതെന്നൊക്കെ ചോദിക്കും. അതുപോലെ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ സ്വയരക്ഷയ്ക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചു. ഇതിലേതാണെന്നാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹം മറുപടി പറഞ്ഞത്, നിങ്ങൾ പ്രശ്നം നടക്കുന്നിടത്ത് പോകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ, ഈ പാമ്പുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവേകം എന്ന് പറഞ്ഞാൽ അത് ശത്രുവിൻ്റെ സാന്നിധ്യത്തേക്ക് വരാതിരിക്കുക എന്നുള്ളതാണ്. മറഞ്ഞിരിക്കുക, ഒളിഞ്ഞിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ, അതായത് അതിന് പറ്റിയൊരു സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതിനെ പുറത്തേക്ക് കാണാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ പുറത്തേക്ക് കൂടുതലായിട്ട് കാണുന്നു. എത്രയോ നാളുകളായിട്ട്, വർഷങ്ങളായിട്ട്, ഇപ്പോൾ ഒരു 6 അടി നീളമുള്ള മൂർഖനെ പുറത്ത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊരു ദിവസം അവിടെ എങ്ങനെ ആരെങ്കിലും കൊണ്ടുവിട്ടതോ അല്ലെങ്കിൽ എവിടെ നിന്നോ വന്നതോ ഒന്നുമല്ല. അതവിടെ തന്നെ ഉണ്ടായിരുന്നു, നമ്മുടെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ പാമ്പ് എന്തോ കാരണങ്ങളാൽ പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. ചിലപ്പം കുടിവെള്ളം കിട്ടാത്തതിൻ്റെ പാമ്പുകൾക്ക് വെള്ളത്തിൻ്റെയൊക്കെ ആവശ്യകത എന്ന് പറഞ്ഞാൽ വളരെ വളരെ മിനിമമേ ഉള്ളൂ, അല്പം മതിയാവും. ഭക്ഷണവും തന്നെ അതിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസൊക്കെ മിനിമം റിക്വയർമെൻറ്റേ ഉള്ളൂ. ചിലപ്പോൾ ആഴ്ചകളോളം ഭക്ഷണമില്ലാതെയൊക്കെ അതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചൂട് കൂടിയതായിരിക്കാം, ചിലപ്പം ഈ ഭക്ഷണത്തിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞതായിരിക്കാം. എന്തോ കാരണങ്ങൾ കൊണ്ട് അതിനെ പുറത്തേക്ക് കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ ഇങ്ങനെ പാമ്പുകളെ ചിലപ്പോൾ ഈ ചൂട് കൂടുതലോ ഹ്യൂമിഡിറ്റി കൂടുതലോ ഒക്കെ കൊണ്ട് പുറത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ പോലും നമ്മൾ അതിനെതിരെ അതിനെയെല്ലാം തല്ലിക്കൊല്ലുക എന്നുള്ളതോ അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതോ അല്ല അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത്. ആക്ച്വലി ഹെൽത്തി കോ എക്സിസ്റ്റൻസ് നമ്മൾ ശീലിക്കുക, അതോടൊപ്പം തന്നെ ഇവ നമ്മുടെ സ്പേസിലേക്ക് വരാതിരിക്കുക എന്നുള്ളതാണ്. പാമ്പുകളുടെ ഒരു ബേസിക് സംഗതി എന്ന് പറഞ്ഞാൽ അവയെ നമ്മൾ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡേ 1 മുതലോ ജനിച്ച ആ മിനിറ്റ് മുതലോ ഇവയ്ക്ക് അവയുടേതായ രീതിയിൽ സർവൈവ് ചെയ്യാനുള്ള സ്കിൽസും അതിനുള്ള അഡാപ്റ്റേഷൻസും പ്രകൃതിയാൽ തന്നെ ഉണ്ട്. കുഞ്ഞു പാമ്പ്, അതിൻ്റെ പലർക്കും ഒരു ധാരണയുള്ളത് കുഞ്ഞു പാമ്പുകൾക്ക് വിഷം ഉണ്ടാവില്ല എന്നാണ്. കുഞ്ഞു പാമ്പുകൾക്ക് വിഷം ഉണ്ടാവും. മുതിർന്ന പാമ്പുകളെ പോലെ തന്നെ വെനം ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ പോലും ക്വാളിറ്റി ഓഫ് വെനം അല്ലെങ്കിൽ പൊട്ടൻസി എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കും. അപ്പോൾ അത് സർവൈവലിന് വേണ്ടിയിട്ടാണ്. കാരണം അതിനുവേണ്ടി ഭക്ഷണം ശേഖരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ കണ്ടെത്തി കൊടുക്കാനോ വേറെ ആരുമില്ല. അത്
പുറത്തു പോയി അതിൻ്റെ ഇരയെ പിടികൂടി ഭക്ഷണം കഴിച്ചാലാണ് അതിന് സർവൈവൽ ഉള്ളൂ. അപ്പോൾ അതിന് ഒരു ഹൈ പൊട്ടൻസി ഉള്ള വെനം ആവശ്യമാണ്. അത്തരം ജനിച്ച അന്നേരം മുതൽ തന്നെത്താൻ ജീവിക്കാനുള്ള പ്രാപ്തിയുള്ള, ആരും നീന്തൽ പഠിപ്പിക്കാതെ നീന്താനും ആരും മരം കയറാൻ പഠിപ്പിക്കാതെ മരം കയറാനും ഒക്കെ കഴിവുള്ള കാറ്റഗറിയാണ്. നമ്മൾ ഒരു തരത്തിലുള്ള സംരക്ഷണ പ്രവർത്തനങ്ങളും ചെയ്യാതെ തന്നെ അവർ നമ്മുടെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സർവൈവ് ചെയ്യും. സംഗതി അവർക്കുള്ള സ്പേസ് അവർക്ക് കൊടുക്കുക, നമ്മുടെ സ്പേസിലേക്ക് അവർ കടന്നു വരാതെ ശ്രദ്ധിക്കുക. ആ ഒരു ജാഗ്രത മാത്രം മതിയാവും. നമ്പർ കൂടിയിട്ടില്ല എന്നാണോ? നമ്പർ ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ വർഷങ്ങളായിട്ടുള്ള പാമ്പുകളൊക്കെ തന്നെ അത് ചില എന്തെങ്കിലും കാരണങ്ങളുണ്ട്. ഒന്ന്, ബ്രീഡിംഗ് സീസൺ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെ പുറത്ത് കാണുന്നു. രണ്ട്, മുതിർന്ന പാമ്പുകളെ പുറത്ത് കാണുന്നതിനും ചിലപ്പോൾ അത് കടുത്ത വേനലാകാം, ഒന്നിച്ച് വന്ന ഈ ഒരു ഹൈ ഹ്യൂമിഡിറ്റി ആകാം. ചിലപ്പോൾ ഈ വേനൽ കാരണം വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി തീരെ കുറഞ്ഞതാകാം, ഇരയുടെ അവൈലബിലിറ്റി തീരെ കുറഞ്ഞതാകാം. അങ്ങനെ പല കാരണങ്ങളാകാം. ഇതിൻ്റെ മാളങ്ങൾക്കുള്ളിൽ അതിന് കഴിഞ്ഞുകൂടാൻ പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആകാം. അപ്പോൾ കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള എന്തെങ്കിലും ചൂട് കാരണമാണ് പുറത്തിറങ്ങുന്നത് പൊതുവെ ഒരു ധാരണ. അതെ, പക്ഷേ 2024 ഇവിടെ ഇതിനേക്കാളും ഹോട്ട് ക്ലൈമറ്റ് ഉണ്ടായിരുന്നു. അന്ന് ഈ പാമ്പിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഫിയർ ആയിരുന്നു. ഈ 2 കുട്ടികൾ മരിച്ച സംഭവം, കയറിയിരിക്കുന്ന അങ്ങനെ ഒരു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയപ്പെട്ടെന്ന് പറഞ്ഞാൽ വീടിനകത്തേക്ക് പാമ്പ് കയറി വരുന്നു എന്നുള്ളൊരു സംഗതിയാണ്. സാധാരണ എന്ന് പറഞ്ഞാൽ ഈ ടൈൽസിലൂടെ പാമ്പ് ഇഴയില്ല. അപ്പം ടൈലിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടച്ചുറപ്പുള്ള ഒരു മോഡേൺ രീതിയിലുള്ള ഒരു വീടിനകത്തേക്ക് പാമ്പ് വരില്ല എന്നുള്ളതാണ്. ആ ധാരണ നമ്മൾ ബേസിക്കലി പാമ്പുകളെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ധാരണയുണ്ടെങ്കിൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് അതുമായിട്ട് കോഎക്സിസ്റ്റ് ചെയ്യാം. അതിന് ഏറ്റവും വളരെ നല്ല ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഓസ്ട്രേലിയയിൽ ഒരുപാട് നമുക്ക് ഇന്ത്യയിലുള്ളതിനേക്കാൾ കൂടുതൽ വിഷമുള്ളതും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളതുമായിട്ടുള്ള വളരെ വേഗത കൂടിയ, ഇപ്പം പൊതുവിൽ ഇന്ത്യയിലെ വിഷപ്പാമ്പുകളെ സംബന്ധിച്ച് വിഷമില്ലാത്ത പാമ്പുകളെ അപേക്ഷിച്ച് വേഗത കുറവാണ്. പക്ഷേ അവിടെ എന്ന് പറഞ്ഞാൽ വളരെ വേഗതയുള്ളതും എന്നാൽ വളരെ വിഷമുള്ളതുമായിട്ടുള്ള പാമ്പുകളൊക്കെ ഉള്ള രാജ്യങ്ങളാണ്. പക്ഷെ അവിടെ ആൾക്കാരുടെ ഒരു ലെവൽ ഓഫ് അവയർനെസ് ഹൈ ആയത് കാരണം സ്നേക്ക് ബൈറ്റ് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ടെങ്കിലും അത് അവർ ഭംഗിയായിട്ട് മാനേജ് ചെയ്യുന്നു. അത് ഡെത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് അപകടത്തിലേക്കോ എത്തിക്കത്തില്ല. അവിടെ ഒരു വർഷം 2-3 പേരൊക്കെ മാത്രമാണ് പാമ്പ് കടിയിട്ട് മരണപ്പെടുന്നത്. അപ്പോൾ ആ ഒരു അവയർനെസ് ലെവലിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഹൗ ടു കോഎക്സിസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ സ്പേസിലേക്ക് അവർ വരാതെ എങ്ങനെ നമ്മൾ സേഫ് ആവുക. എങ്ങനെ സേഫ് ആവാം? ഒന്ന്, വീടിനകത്തേക്ക് അവർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. ഒന്ന്, ഈ പലതരത്തിലുള്ള എൻട്രി പോയിന്റ്സ് ഉണ്ടാവും വീടിനകത്തേക്ക്. ഇപ്പം വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ വാതിലിലൂടെ അകത്തേക്ക് കടന്നു വരാം. ജനാല തുറന്നിട്ട് കഴിഞ്ഞാൽ സാധാരണ വീടിൻ്റെ ജനാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 അടിയോ 5 അടിയോ ഉയരത്തിലായിരിക്കും തറനിരപ്പിൽ നിന്ന്. അപ്പോൾ അത്രയും ഉയരത്തിലേക്ക് പാമ്പ് കയറി വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അങ്ങനെ ഡയറക്റ്റ് കയറി വരത്തില്ല. ഒരു 6 അടി നീളമുള്ള മൂർഖനൊക്കെ ആണെങ്കിൽ പോലും ഒരു 5 അടി ഉയരത്തിലുള്ള ജനാലയിലൂടെ കയറി വരാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും കണക്ഷൻസ് അവിടെ ഉണ്ടാവും. ചിലപ്പോൾ വിറക് ചാരി വെച്ചിരിക്കുന്നതോ ഒരു അലക്ഷ്യമായിട്ടൊരു തൂമ്പായോ മറ്റെന്തെങ്കിലും ആയുധങ്ങളൊക്കെ നമ്മൾ വീടിൻ്റെ പുറത്ത് ചാരി വെച്ചിരിക്കുന്നതിലൂടെ പാമ്പിന് കയറി ഉള്ളിലേക്ക് വരാം. രാത്രി സമയങ്ങളിൽ നമ്മൾ ജനാല തുറന്നിട്ട് ചൂട് കാരണം അങ്ങനെയൊക്കെ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കണക്ഷൻസ് ഉണ്ടെങ്കിൽ രാത്രി സമയങ്ങളിലും പാമ്പിന് ഉള്ളിലേക്ക് കയറി വരാം. ഭിത്തിയിലൂടെ കോർണേഴ്സിലൂടെ ഇഴഞ്ഞു കയറാൻ പറ്റുന്ന ചില ഇനങ്ങളുണ്ട്. ഇപ്പം വെള്ളിക്കെട്ടൻ, ശംഖുവരയൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കോമൺ ക്രൈറ്റ്, അതിന് ചെറിയ പരുക്കൻ പ്രതലം ഉണ്ടെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം ഗ്രിപ്പുള്ള ഒരു സർഫസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി കയറി വരാൻ പറ്റും. സാമാന്യം ഇപ്പോൾ ഒരു നില 2ാമത്തെ നിലയിലേക്ക് കയറി വരാൻ പറ്റും. അത് ചിലപ്പോൾ ഈ ഒരു പ്ലംബിംഗ് വർക്കിന്റെ ആ ഒരു പൈപ്പിലൂടെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗത്ത് അതിന് ശൽക്കങ്ങൾ നിലത്തമർത്തിയിട്ടാണ് അത് കയറി വരുന്നത്. അപ്പോൾ അതിന് കയറി വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്രിപ്പ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു ഗ്യാപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കയറി വരാൻ പറ്റും. ഉൾഫ് സ്നേക്ക് നന്നായിട്ട് ചുമരിലൂടെയൊക്കെ കയറും. മീൻസ് പല്ലി കയറുന്നത് പോലെ പ്ലെയിൻ ആയിട്ടുള്ള ചുമരിലല്ല ഇത് കയറുന്നത്. എന്തെങ്കിലും വയറിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ആ വിൻഡോയുടെ എഡ്ജിലൂടെയോ അത്തരത്തിലുള്ള ഒരു പരുക്കൻ പ്രതലമുള്ള ഭാഗങ്ങളിലൂടെ അത് കയറി ഉള്ളിലേക്ക് വരാം. അങ്ങനെ അത് ചിലപ്പോൾ ഫ്ലാറ്റുകളുടെ 10ാം നിലയിൽ പാമ്പിനെ കണ്ടു എന്നുള്ളൊക്കെ ന്യൂസ് വരാറുണ്ട്. അത് ചുമരിലൂടെ തന്നെ കയറി വരണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു പക്ഷി കൊത്തിക്കൊണ്ടുവന്നത് അവിടെ നിന്ന് അതിൻ്റെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആയതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ താഴെ നിന്ന് എന്തെങ്കിലും പച്ചക്കറി വാങ്ങിയ കവറിനകത്ത് വന്ന് ചീരയുടെ കെട്ടിനകത്തുനിന്ന് പാമ്പിൻ്റെ കടിയേറ്റ സംഭവങ്ങളുണ്ട്. നമ്മൾ അല്ലെങ്കിൽ വാങ്ങി ഒരു പാക്കറ്റ് നിലത്ത് വെച്ചു,
എന്നിട്ട് വേറെ കുറച്ച് സംഗതികൾ വാങ്ങിയിട്ട് വന്നു, അപ്പോഴേക്കും ഇതിനകത്ത് കയറിയിരുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാകാം. ഈ തൃശ്ശൂർ കോടാലിയുടെ കുട്ടിക്ക് പാമ്പ് കടിയേറ്റ ആ വീട്ടിൻ്റെ ഒരു പ്രത്യേകതകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വള്ളിച്ചെടികൾ, അലങ്കാര ചെടികൾ അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് മണി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, മുന്തിരി വള്ളി ഉണ്ടായിരുന്നു, പലരും നമ്മൾ വളർത്തുന്നതാണ്. ബൊഗൈൻവില്ല കാണാൻ നല്ല ഭംഗിയാണ്. പാഷൻ ഫ്രൂട്ട് അതുപോലുള്ള വള്ളിച്ചെടികളൊക്കെ നമ്മൾ അലങ്കാരത്തിന് വേണ്ടിയൊക്കെ വളർത്താറുണ്ട്. ഇതൊക്കെ പാമ്പുകളുടെ എൻട്രി പോയിന്റ്സ് ആകണമെന്ന് നിർബന്ധമില്ല. അതുവഴി അകത്ത് കയറാനുള്ള പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ, അത് ഒരുപക്ഷെ ജനാലയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഈ വള്ളി നിൽക്കുകയാണെങ്കിൽ, എയർ ഹോളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, ചിലപ്പം ഈ വീടിൻ്റെ പുറത്ത് ഇച്ചിരി ഉയരത്തിലുള്ള വെന്റിലേറ്ററോ എക്സോസ്റ്റ് ഫാനോ അല്ലെങ്കിൽ എയർ ഹോളോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് കണക്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ സർവീസ് വയർ, സ്റ്റേ വയർ, നമ്മുടെ ഇന്റർനെറ്റ് കേബിള്, ഇതൊക്കെ എയർ ഹോളിലൂടെയൊക്കെ അകത്തേക്ക് വരുന്ന ഭാഗങ്ങളുണ്ട്. അതിലൂടെയും കയറി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വയറിന്റെ ഭാഗങ്ങളൊക്കെ സീൽ ചെയ്യുക. ഈ വള്ളിച്ചെടികളുടെയൊക്കെ ഇത്തരം എൻട്രിയുമായിട്ട് കണക്റ്റഡ് ആകുന്ന ഭാഗങ്ങൾ മാത്രം ക്രോപ്പ് ചെയ്താൽ മതി. അല്ലാതെ വളർത്തുന്നതിന് പ്രശ്നമില്ല. വള്ളിച്ചെടികൾ മാറ്റണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം അത്തരം എൻട്രീസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം. വീടിന്റെ ചുറ്റുവട്ടത്ത് 2 സംഗതികൾ പാമ്പുകളെ ആകർഷിക്കും. ഈ 2 സംഗതികൾ നമ്മൾ ഒഴിവാക്കുക. ഒന്ന് ഹൈഡ് ഔട്ട്സ് ആണ്, മറ്റൊന്ന് ഫുഡാണ്. ഫുഡും ഹൈഡ് ഔട്ട്സും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒളിച്ച് താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ പാമ്പുകൾ അതിലേക്ക് അട്രാക്റ്റഡ് ആവും. ഭക്ഷണത്തിന്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ അതിലേക്ക് പാമ്പുകൾ അട്രാക്റ്റഡ് ആവും. ഭക്ഷണം എലിയുടെ സാന്നിധ്യം പാമ്പുകളെ ഉറപ്പായിട്ടും അട്രാക്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. എലി വരാൻ സാധ്യത ഉണ്ടാകുന്നത് നമ്മൾ ഫുഡിന്റെ വേസ്റ്റൊക്കെ ഒരു ശ്രദ്ധയില്ലാതെ അവിടെയൊക്കെ ഇടുമ്പോഴാണ്. അത് സ്കൂളുകളുടെ പരിസരമാവാം, അല്ലെങ്കിൽ ഓഫീസിന്റെ അടുത്താവാം, വീടിന്റെ അടുത്താവാം. ഏത് തരത്തിലുള്ള ബിൽഡിങ്സ് ആയാലും അതിനടുത്ത് ഫുഡിന്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ എലി വരും. എലിയുടെ സാന്നിധ്യം പാമ്പുകളെ ആകർഷിക്കും. ഇപ്പോൾ ഫുഡിന്റെ വേസ്റ്റ്, അതിപ്പം വീട്ടിലാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ആവണമെന്നില്ല. ചിലപ്പോൾ വീട്ടിൽ വളർത്തുന്ന പക്ഷികൾക്ക് കൊടുക്കുന്ന ഫുഡിന്റെ ബാക്കിയായിരിക്കാം, ചിലപ്പോൾ വീട്ടിലെ പൂച്ചയ്ക്ക് കൊടുക്കുന്നതിന്റെ ബാക്കിയായിരിക്കാം. എന്ത് തരത്തിലുള്ള ഫുഡായാലും, കന്നുകാലികൾക്ക് കൊടുക്കുന്ന പിണ്ണാക്കിന്റെ ബാക്കിയായാൽ പോലും എലികൾ അതിലേക്ക് ആകർഷിക്കപ്പെടും. എലി വരും. അപ്പോൾ ആ എലി വരുമ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി പാമ്പുകൾ വരും. അപ്പോൾ ഫുഡിന്റെ വേസ്റ്റൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സാധ്യത നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റൂൾ ഔട്ട് ചെയ്യാം. എലി വന്നു കഴിഞ്ഞാൽ മറ്റൊരു സംഗതി, എലി മാളങ്ങൾ ഉണ്ടാക്കും. ആ മാളം വീണ്ടും പാമ്പിന് ഹൈഡൗട്ട്സ് ആവാനും സാധ്യതയുണ്ട്. ചില ചെടികൾ പാമ്പുകൾക്ക് കൂടുതൽ ഇഷ്ടമാണ്, വളർത്തിയാൽ അതായത് പാമ്പുകളെ ആകർഷിക്കുന്നു എന്നുള്ള രീതിയിൽ പലപ്പോഴും പറയാറുണ്ട്. ഈറ്റ അതുപോലുള്ള സംഗതികളൊക്കെ, അല്ലെങ്കിൽ മുള ഒക്കെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പാമ്പുകൾ ആകർഷിക്കപ്പെടും. മുളയുടെ ചുവട്ടിലൊക്കെ എപ്പോഴും നല്ല തണുപ്പാണ്. മുള കൂട്ടമായിട്ടാണ് സാധാരണ, ഒറ്റ ചെടിയായിട്ടല്ല, കൂട്ടമായിട്ട് വളരുന്നതുകൊണ്ട് അതിനിടയ്ക്ക് പാമ്പിന് കയറിയിരിക്കാനുള്ള ധാരാളം സ്പേസ് ഉണ്ട്. തണുപ്പും തണലും എപ്പോഴും പാമ്പുകളെ ആകർഷിക്കും. പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് അല്പം തണുപ്പുള്ള സ്ഥലങ്ങൾ, തണലുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പാമ്പ് അവിടേക്ക് വരും. അപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയൊക്കെ വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ ലോണുണ്ട്, അത് ദിവസവും വൈകുന്നേരം നനയ്ക്കുന്നതാണ്. അവിടെ എപ്പോഴും ഒരു തണുപ്പും ഒരു തണലും ഒരു പച്ചപ്പും ഒക്കെ ഉണ്ടാവും. അത്തരം ചെടിച്ചട്ടികൾ കൂട്ടി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അത് ചെടിച്ചട്ടിയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്, തണുപ്പിലേക്കും തണലിലേക്കും അട്രാക്റ്റഡ് ആകുന്ന പാമ്പുകൾ അവിടെ വന്നിരിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഈ ഫുഡിൻ്റെ അവൈലബിലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു സംഗതി, പക്ഷികളെ വളർത്തുന്ന വീടുകളിൽ അലങ്കാര പക്ഷികൾ, ലവ് ബേഡ്സ് ഒക്കെ ആണെങ്കിൽ അതിനെ പിടിച്ച് കഴിക്കുന്ന പാമ്പുകളുണ്ട്. മൂർഖൻ ചേരയൊക്കെ ലവ് ബേഡ്സിനെ പിടിച്ച് ഭക്ഷണമാക്കും, അതിൻ്റെ മുട്ടയെടുത്ത് കഴിക്കും. അപ്പോൾ അത്തരം സാഹചര്യത്തിലേക്ക് ഇത്തരം പാമ്പുകൾ ആകർഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ലവ് ബേഡ്സ്. വളർത്തരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയുള്ള വീടുകളിൽ അതിനെതിരെ ഒരു കരുതൽ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹൈഡ് ഔട്ട്സ് ആകാൻ സാധ്യതയുള്ള വിറക് കൂട്ടിയിട്ടിരിക്കുന്നു, തേങ്ങ പോലുള്ള സംഗതികളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു. നിർമ്മാണ വസ്തുക്കൾ, ചിലപ്പോൾ ഇഷ്ടികയാവാം, അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയോ ഒക്കെ സ്കൂളുകളിലാണ് ഇത് കൂടുതലും കാണാറ്. സ്കൂളിൽ ക്ലാസ് റൂമിനോട് ചേർന്ന് റീ ഓപ്പണിങ്ങിൻ്റെ സമയത്ത് ഒരു മെയിൻ്റനൻസ് വർക്കൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള ഈ നിർമ്മാണ സാമഗ്രികളൊക്കെ എവിടെയെങ്കിലും കൂട്ടിയിട്ടും അതിനകത്ത് കയറിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ പൊത്തുമാളം എന്തായാലും പാമ്പുകളെ ആകർഷിക്കും. അപ്പോൾ വീടിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ ഓഫീസിലോ സ്കൂളുകളിലോ ഒക്കെ പരിസരത്ത് പൊത്തുകൾ, മാളങ്ങളോ ഒന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. എൻട്രി പോയിന്റ്സ്, ഇതുപോലുള്ള സാധ്യമായ എൻട്രി പോയിന്റ്സ് ഒക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് ബ്ലോക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ പാമ്പുകൾ ആ ഏരിയയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം. കുഞ്ഞു പാമ്പുകൾ എസ്പെഷ്യലി, ഈ കുഞ്ഞു പാമ്പുകൾ തീരെ ചെറുതായത് കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് വീടിൻ്റെ പുറത്ത് ഊരി വയ്ക്കുന്ന ഷൂവിനകത്തും കയറിയിരിക്കാം. അതിനെ സംബന്ധിച്ച് അതൊരു ചെറിയ മാളം പോലെ തോന്നുന്നു, അതിനകത്ത് കയറിയിരിക്കാം. അപ്പോൾ എപ്പോഴും കുട്ടികൾ ഷൂ എടുത്ത് ഇടുമ്പോഴേക്കും അത് ഒന്ന് തട്ടി നോക്കിയിട്ട് ഇടണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. പിന്നെ ഈ
വെളുത്തുള്ളിയുടെ ഇത് എന്തൊക്കെയോ ഇട്ടാല് ഈ പാമ്പിനത് വരില്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ധാരണയുണ്ട്. അതായത് വെളുത്തുള്ളി ചതച്ചിടുക, പാൽക്കായം. പാമ്പിന് സ്മെല്ല് ചെയ്യാനുള്ള കഴിവില്ല എന്നല്ലേ പറയുക? പാമ്പുകളുടെ അതായത് അണ്ടർ ഡെവലപ്ഡ് ഓൾഫാക്ടറി സെൻസസ് ഉള്ള ഒരു കാറ്റഗറിയാണ് പാമ്പുകൾ. നമ്മളെപ്പോലെ ഗന്ധം തിരിച്ചറിയാനുള്ള അത്ര ഡെവലപ്ഡ് അല്ല. ഗന്ധം മൂക്കിലൂടെ തിരിച്ചറിയാനും പറ്റത്തില്ല. നമ്മൾ ശ്വാസം എടുക്കുന്നതോടൊപ്പം നമുക്ക് ഗന്ധം തിരിച്ചറിയാൻ പറ്റും. ചുറ്റുമുള്ള വസ്തുക്കളുടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തിരിച്ചറിയാൻ പറ്റും. ഇപ്പം ഈ പട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വീട്ടിൽ 5 അംഗങ്ങളുണ്ടെങ്കിൽ ഈ 5 പേരെയും വേറെ വേറെ ഗന്ധത്തിലൂടെ അതിന് തിരിച്ചറിയാൻ പറ്റും. ആ ഒരു കഴിവ് നമുക്കില്ല. നമുക്കുള്ള കഴിവ് പോലും ആർക്കില്ല, പാമ്പുകൾക്കില്ല. അപ്പം പാമ്പുകൾ ഗന്ധം തിരിച്ചറിയുന്നത് നാവിലൂടെയാണ്. ഗന്ധം എന്നുള്ള രീതിയിൽ, അതായത് അത് നാവിങ്ങനെ ഇടയ്ക്ക് പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് ഫ്ലിക്ക് ചെയ്യും. മൂക്കത് ഉപയോഗിക്കുന്നത് ശ്വാസം എടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ നാവ് ഇടയ്ക്ക് പുറത്തിട്ട് ഫ്ലിക്ക് ചെയ്യുമ്പോഴേക്കും അതിന് ചുറ്റുവട്ടത്തുള്ള ഇരജീവികളുടെ, അതുപോലെ ഇണപ്പാമ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സാന്നിധ്യം, ശത്രുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സാന്നിധ്യം അതിന് ഇതിലൂടെ മനസ്സിലാവും. അതായത് അവയുടെയൊക്കെ ദേഹത്ത് നിന്നുള്ള മോളിക്യൂൾസ് അന്തരീക്ഷത്തിലുള്ളതിനെ ഇത് ക്യാപ്ചർ ചെയ്തിട്ട് പാമ്പിൻ്റെ തലച്ചോറിന് മുൻവശത്ത് ഒരു ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനുണ്ട്. പലപ്പോഴും ഈ ടേസ്റ്റിംഗ് ദ സ്മെൽ എന്നൊക്കെ പറയാറുണ്ട്. നാവ് പുറത്തേക്ക് ഇട്ടിട്ട് ആ ഒരു ഈ മോളിക്യൂൾസ് ഇത് കളക്ട് ചെയ്യുന്ന രീതിയിൽ ഗന്ധം മനസ്സിലാക്കുന്നതുകൊണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ മണ്ണെണ്ണ തളിച്ചു, മണ്ണെണ്ണയുടെ ഗന്ധം ചിലപ്പോൾ അവിടെ അരമണിക്കൂർ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അരമണിക്കൂർ ഇടവിട്ട് മണ്ണെണ്ണ തളിക്കാൻ പറ്റത്തില്ല. വെളുത്തുള്ളി ചതച്ചിട്ടു, അല്ലെങ്കിൽ പാൽക്കായം തളിച്ചു, ഇത്തരത്തിലുള്ള ഇതിൻ്റെയൊക്കെ ഗന്ധം കൊണ്ട് പാമ്പ് വരാതിരിക്കില്ല എന്നുള്ളതാണ് ബേസിക്കലി. അങ്ങനെ തളിച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഇനി പാമ്പ് വരില്ല എന്ന് പറഞ്ഞ് നമ്മൾ കിടന്നുറങ്ങുന്നത് അപകടകരമാണ്. അതുകൊണ്ടാണ് പാമ്പിന്റെ വെളുത്തുള്ളി ചതച്ചിട്ടാൽ വരില്ല എന്ന് പറയുന്നത് എന്തെങ്കിലും സയന്റിഫിക് ആയിട്ടുള്ള ഇല്ല. അത് അത്തരം ഗന്ധങ്ങൾ തിരിച്ചറിയുവാനോ അത്തരം പ്രദേശങ്ങൾ ഒഴിവാക്കാനോ ഉള്ള കഴിവ് പാമ്പുകൾക്കില്ല എന്നുള്ളതാണ്. ചില ചെടികൾ പാമ്പുകളെ റിപ്പൽ ചെയ്യുമെന്ന് പറയും. അതായത് സർപ്പഗന്ധ, അണലിവേഗം, തുളസി, പലതരം തുളസിയിൽ തന്നെ രാമതുളസിയുണ്ട്, കൃഷ്ണ തുളസിയുണ്ട്, കർപ്പൂര തുളസിയുണ്ട്, അങ്ങനെ പലതരം തുളസിയുണ്ട്. അതിൽ പലതരം തുളസികളിലും പാമ്പുകളെ റിപ്പൽ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പലരും വിശ്വസിക്കാറുണ്ട്. തുളസിയിൽ ചുറ്റിയിരുന്ന പാമ്പിനെ നമ്മുടെ റെസ്ക്യൂവേഴ്സ് പലപ്പോഴും പിടിച്ചിട്ടുണ്ട്. അതുപോലെ റേഷൻ കടയിൽ മണ്ണെണ്ണ സ്റ്റോർ ചെയ്തിരിക്കുന്ന റൂമിനകത്തുനിന്ന് എത്ര പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. പെട്രോൾ പമ്പിൽ പെട്രോളിന്റെ രൂക്ഷമായ ഗന്ധമുള്ള ഭാഗത്തു നിന്നും പാമ്പിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പാമ്പിനെ റിപ്പൽ ചെയ്യുന്ന ഒരു സംഗതിയാണെങ്കിൽ പാമ്പുകൾ അങ്ങോട്ട് വരരുത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ നമ്മൾ പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം ഗന്ധത്തിലൂടെ തിരിച്ചറിയാം, അല്ലെങ്കിൽ ശബ്ദത്തിലൂടെ തിരിച്ചറിയാൻ പറ്റില്ല. ബേസിക്കലി ഓൾഫാക്ടറി സെൻസസ് അണ്ടർ ഡെവലപ്ഡ് ആണെന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊരു പാമ്പുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ശബ്ദത്തോട് പ്രതികരിക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ്. അന്തരീക്ഷത്തിലെ വൈബ്രേഷൻസ് തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളില്ല. ഒന്ന്, എക്സ്റ്റേണൽ ഇയേഴ്സ് ഇല്ല. നമുക്കുള്ളതുപോലെ ചെവിയില്ല പാമ്പുകൾക്ക്, ഇയർ ഡ്രംസ് ഇല്ല. പകരം നമ്മുടെ ഈ ചെവിക്കുള്ളിൽ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്സ് എന്ന് പറഞ്ഞ 3 ചെറിയ അസ്ഥികളുണ്ട്. അതിൽ സ്റ്റേപ്സിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഒരു ഓർഗൻ അതിൻ്റെ കീഴ്ത്താടിയെല്ലിൽ ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെയാണ് പാമ്പ് നിലത്ത് അമർന്ന് കിടക്കുന്ന സമയത്ത് നിലത്തുള്ള വൈബ്രേഷൻസ് അതിന് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പഴമക്കാർ നമ്മളോട് പറയുന്നത് രാത്രിയിൽ നമ്മൾ ഒറ്റയ്ക്ക് നടന്നു പോകണമെങ്കിൽ അമർത്തി ചവിട്ടി നടന്നു പോകണമെന്ന് പറയും. അപ്പോൾ ആ ചെറിയ വൈബ്രേഷൻസ് വഴിയിൽ പാമ്പ് കിടക്കുകയാണെങ്കിൽ അത് സെൻസ് ചെയ്തിട്ട് ആ വഴിയിൽ നിന്ന് അങ്ങോട്ട് മാറും, നമുക്ക് സേഫായിട്ട് കടന്നു പോവാം. അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അന്തരീക്ഷത്തിലെ ശബ്ദങ്ങൾ ഇങ്ങനെ പാമ്പിന് മനസ്സിലാവത്തില്ല. അതിന് ചെവിയും കർണപുടവും ഒക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇപ്പോൾ ചില പ്രോഡക്ട്സ്, ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചില പ്രോഡക്ട്സിൻ്റെ കാര്യം പറയുകയാണ്. കൃഷിയിടങ്ങളിൽ കർഷകർ ഇത് കൊണ്ടുപോയിട്ട് അത് അവിടെ ഇങ്ങനെ നിർത്തുന്നു. ഇപ്പം ക്യാമറയുടെ ട്രൈപോഡ് വെച്ചതുപോലെ അവിടെ നിർത്തുന്നു, എന്നിട്ട് അത് ഓണാക്കുന്നു. അപ്പോൾ അതിൽ നിന്നിങ്ങനെ ശബ്ദ തരംഗങ്ങൾ വരും. നമുക്കത് കേൾക്കാൻ പറ്റത്തില്ല, കാരണം ഇനോഡിബിൾ ഫ്രീക്വൻസിയിലുള്ള ശബ്ദമാണ്. ആ ശബ്ദം കാരണം പാമ്പുകൾ ആ പ്രദേശം ഒഴിവാക്കും എന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. അത് അത്തരത്തിലുള്ള ശബ്ദങ്ങൾ അത് ഓഡിബിൾ ആയാലും ഇനോഡിബിൾ ആയാലും അത് തിരിച്ചറിയാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടെങ്കിലല്ലേ പാമ്പുകൾ അത് ആ പ്രദേശം ഒഴിവാക്കുകയുള്ളൂ. അപ്പോൾ അതൊന്നും പാമ്പുകളെ ഒഴിവാക്കാനുള്ള സംഗതികളല്ല. ചില പ്രൊഡക്ട്സും കിട്ടാറുണ്ട്. ചില സ്നേക്ക് റിപ്പലൻസ് എന്ന് പറഞ്ഞിട്ട് അത് വീടിന് ചുറ്റും തളിച്ചു കഴിഞ്ഞാൽ പാമ്പ് അവിടെ വരില്ല. അത് ഈ വെളുത്തുള്ളിയും അല്ലെങ്കിൽ പാൽക്കായവും ഇതൊക്കെ മണ്ണെണ്ണ ഒഴിക്കുന്നത് പോലെയൊക്കെ ചതച്ചിടുന്നത് പോലെയൊക്കെ ഉള്ള സംഗതിയേ ഉള്ളൂ. അതൊന്നും പാമ്പുകളെ അതിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ട് പാമ്പ് ഒഴിവാകുമെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അത് ഒന്നും സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല. പിന്നെ കീടനാശിനികൾ,
കീടനാശിനികൾ തളിച്ചു കഴിഞ്ഞാൽ ചെറിയ ജീവികളൊക്കെ ചത്തുപോകുമെന്ന് പറഞ്ഞതുപോലെ പാമ്പും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചത്തുപോരും. മണ്ണെണ്ണ പാമ്പിൻ്റെ ദേഹത്തൊഴിച്ചു കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ട് പൊള്ളലേൽക്കുകയും അതിന് പരിക്ക് പറ്റുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ മണ്ണെണ്ണ അതിൻ്റെ ദേഹത്തൊഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പക്ഷേ മണ്ണെണ്ണ തളിച്ചതുകൊണ്ട് അതിൻ്റെ മണം മനസ്സിലാക്കിയിട്ട് പാമ്പ് ആ പ്രദേശത്ത് വരില്ല എന്ന് പറയുന്നത് ഒരു തെറ്റായ അറിവാണ്. അപ്പൊ റിപ്പൽ ചെയ്യാൻ വേറെ ഒന്നും ചെയ്യാനില്ല. രണ്ട് കാര്യങ്ങൾ, ഹൈഡ് ഔട്ട്സ് അട്രാക്ട് ചെയ്യുന്ന സംഗതികൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് റിപ്പൽ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി. അട്രാക്ട് ചെയ്യുന്ന സംഗതികൾ ഹൈഡ് ഔട്ട്സ്, ഒളിയിടങ്ങൾ വീട്ടിൻ്റെ പരിസരത്തൊന്നും ഇല്ലാതിരിക്കുക. മാളങ്ങൾ, പൊത്തുകൾ, അതുപോലെ വിറക് കൂട്ടിയിട്ടിരിക്കുന്നത്, അത്തരത്തിലുള്ള സംഗതികളൊക്കെ ഒഴിവാക്കുക. വീടിനകത്തായാൽ പോലും എങ്ങാനും ഒരു പാമ്പ് വീടിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കുട്ടികളുടെ ബുക്കും അതുപോലെ നമ്മുടെ വസ്ത്രങ്ങളും എല്ലാം കൂടെ ഒരു വളരെ ഇംപ്രോപ്പറായിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ അതിന് ദിവസങ്ങളോളം താമസിക്കാം. പല്ലിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അതിന് ഒരു വന്യജീവി, ഇപ്പോൾ കാട്ടുപന്നി ആയാലും വനത്തിൽ നിന്ന് പുറത്തിറങ്ങി ചിലപ്പോൾ എന്തെങ്കിലും ഒരു കൃഷിയിടത്തിൽ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയായിരിക്കും വന്നത്. ആ വന്ന പന്നി തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അവിടെ അതിന് ഒരു പകൽ സമയമാകുമ്പോഴേക്കും അതിന് ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളില്ലാത്ത ഒരു അത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു കൃഷിയിടമാണെങ്കിലാണ് അത് ഹൈഡ് ഔട്ടിന് വേണ്ടി തിരിച്ച് കാട്ടിലേക്ക് പോവുള്ളൂ. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ അത് അവിടെ തന്നെ നിന്ന് അടുത്ത ദിവസവും ഇത് തന്നെ കഴിക്കും. അപ്പം പല്ലിയെ പിടിക്കാൻ വേണ്ടി വീട്ടിനകത്തേക്ക് കയറി വരുന്ന പാമ്പ് അതിനകത്ത് നിറയെ അതിന് ഒളിഞ്ഞിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് അടുത്ത പല്ലിയെ പിടിച്ച് അവിടെ അതും ഇതെല്ലാം ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരും. അതിൻ്റെ ഒരു സ്മെല്ല് സെൻസ് ചെയ്തിട്ട് പാമ്പ് വരാതിരിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കുഞ്ഞു പാമ്പിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്, വളരെ വളരെ അപകടകരമാണ്. ഇനി ഇപ്പൊ സപ്പോസ് കടിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇമ്മീഡിയറ്റ് ഫസ്റ്റ് എയ്ഡ്? ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു സംഭവമാണ് കടിക്കുന്നതിന് തൊട്ട് മുകളിലായിട്ട് കെട്ടുക. അതെ, അങ്ങനത്തെ സംഭവങ്ങൾ എന്താണ് നമുക്ക് ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ്? അതായത് പാമ്പ് കടിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് എയ്ഡ് എന്നുള്ളൊരു സംഗതി ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് സയന്റിഫിക്കലി പറയാം. അതായത് ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ് ഡു ഇറ്റ് റൈറ്റ് എന്നുള്ളതാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വളരെ ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാനാണെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റ സെന്റൻസിൽ പറയാനാണെങ്കിൽ, ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ് ഡു ഇറ്റ് റൈറ്റ്, RIGHT, ഡു ഇറ്റ് റൈറ്റ്. അപ്പോൾ R സ്റ്റാൻഡ്സ് ഫോർ റീഅഷ്വർ, കടിയേറ്റ ആളെ ഭയപ്പെടുത്താതിരിക്കുക. ഈ ഒരു ഫിയർ ഫാക്ടർ ഭയങ്കര നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ള സംഗതിയാണ്. കാരണം ചേര കടിച്ചിട്ട് ആൾ മരിച്ചിട്ടുണ്ട്. അത് ചേരയ്ക്ക് വിഷമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ആൾക്ക് വിഷബാധ ഏറ്റത് കൊണ്ടോ അല്ല, ഭയം കാരണം ആൾ മരിച്ചതാണ്. അപ്പോൾ റീഅഷ്വർ, കടിയേറ്റ ആൾ ഇനി ഹൈലി വെനമസ് ആയിട്ടുള്ള പാമ്പാണ് കടിച്ചത് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ പോലും അത് വിഷമൊന്നുമില്ലാത്ത പാമ്പാണെന്ന് പറഞ്ഞ ആളെ സമാധാനിപ്പിക്കുക, ആശ്വസിപ്പിക്കുക. ആൾ ഒരു കാരണവശാലും ഭയപ്പെടാത്തൊരു സാഹചര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് റീഅഷ്വർ. ഡു ഇറ്റ് റൈറ്റിൽ R റീഅഷ്വർ. I ഇമ്മൊബിലൈസ്, കടിയേറ്റ ഭാഗം പേശി ചലനങ്ങൾ മിനിമൈസ് ചെയ്യുക. ഇമ്മൊബിലൈസ്, അത് നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യുമ്പോൾ നമ്മളെന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ ക്രൈബ് ബാൻഡോ മറ്റോ ഉപയോഗിച്ച് ചുറ്റിക്കെട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ട്രെയിൻഡ് ആയിട്ടുള്ള പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിയുന്ന ആളാണെങ്കിൽ ഒരു ക്രൈബ് ബാൻഡോ മറ്റോ ഉപയോഗിച്ചൊരു നമുക്ക് ആ കടിയേറ്റ ഭാഗം ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചുറ്റിക്കെട്ടാം. മസ്കുലർ ആക്ടിവിറ്റീസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. RI റീഅഷ്വർ. ഇമ്മൊബിലൈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റ് ഫസ്റ്റ് എയ്ഡ്സ് ഒന്നും തന്നെ ഇല്ല. ഗോ ടു ഹോസ്പിറ്റൽ, GH, ഗോ ടു ഹോസ്പിറ്റൽ. ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻറ്റിവെനം ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത്. അതിന് ആൻറ്റിവെനം ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ അതിൻ്റെ ലിസ്റ്റ് നമുക്ക് വനംവകുപ്പിൻ്റെ സർപ്പ ആപ്പിലുണ്ട്. പിന്നെ മറ്റ് ഒരു ടീം ഓഫ് സയൻറ്റിസ്റ്റ് അതുപോലെ റിസർച്ചേഴ്സ്, ഡോക്ടേഴ്സൊക്കെ കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്, സ്നേക്ക് പീഡിയ എന്ന് പറയുന്നത്. അതിലും ഈ ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ട്, ആൻറ്റി സ്നേക്ക് വെനം ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൻ്റെ ലിസ്റ്റ്. സർപ്പയിലാണെങ്കിൽ ഈ ഹോസ്പിറ്റൽസിൻ്റെ ലിസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ് അതിൽ കാണിക്കുക. എൻ്റെ ലൊക്കേഷൻ, അവിടെ നിന്ന് ഏറ്റവും അടുത്ത ഹോസ്പിറ്റൽ ആദ്യം, അടുത്ത് രണ്ടാമത്, അങ്ങനെയാണ് അതിൽ കാണിക്കുക. കോൺടാക്ട് നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് ഇപ്പോൾ ആൻറ്റിവെനം സ്റ്റോക്ക് ഉണ്ടോ, ഒരാൾക്ക് ബൈറ്റ് കിട്ടിയിട്ടുണ്ട്, ആൻറ്റിവെനം സ്റ്റോക്ക് ഉണ്ടോ, ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അഡ്മിനിസ്റ്റർ ചെയ്യാൻ ഡോക്ടറുണ്ടോ. ചിലപ്പോൾ ഒത്തിരി ഡോക്ടേഴ്സ് ഉള്ള ഹോസ്പിറ്റൽസിലും ചിലപ്പോൾ അവധി ദിവസങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ എക്സ്പേർട്സിൻ്റെ അവൈലബിലിറ്റി ചിലപ്പോൾ ഇല്ലായിരിക്കാം. അപ്പോൾ ഈ രണ്ടിലൊന്ന്, അതായത് ആൻറ്റിവെനം ഉണ്ട് പക്ഷേ ഡോക്ടർ ഇല്ല, ഡോക്ടർ ഉണ്ട് പക്ഷേ ആൻറ്റിവെനം ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ നിയറസ്റ്റിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് നിയറസ്റ്റിലേക്ക് പോകുക എന്നുള്ളതാണ്. കാരണം അവിടെ പോയിട്ട് ഇത് മനസ്സിലായിട്ട് പിന്നെ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 10 മിനിറ്റോ അരമണിക്കൂറോ നഷ്ടമാവും. ഇപ്പോഴത്തെ ട്രാഫിക് കണ്ടീഷൻ വെച്ചിട്ട് അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കലാണ്. ഗോൾഡൻ അവർ, അതായത്
സംഭവം നടന്ന് ആദ്യത്തെ 1 മണിക്കൂർ ജീവൻ്റെ വിലയുള്ള 1 മണിക്കൂറാണ്. ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ GH ഗോ ടു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി സ്നേക് വെനം അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അടുത്ത ആശുപത്രിയിലേക്ക് കൃത്യമായി ആളെ എത്തിക്കുക. അതിന് നമ്മൾ ടാക്സി വിളിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ആംബുലൻസ് ഇപ്പോൾ 108 ആംബുലൻസിൽ ഫസ്റ്റ് എയ്ഡിനുള്ള പ്രൊവിഷൻ ഉണ്ട് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ തന്നെ അറിയിച്ചിട്ടുണ്ട്. അത് ഏറ്റവും നല്ല സംഗതിയാണ്. പക്ഷേ എന്നിരുന്നാൽ റിമോട്ടായിട്ടുള്ളൊരു സ്ഥലത്ത് ചിലപ്പോൾ 1 മണിക്കൂർ ആംബുലൻസ് അങ്ങോട്ട് എത്താനെടുക്കും, തിരിച്ച് 1 മണിക്കൂർ തിരിച്ചെത്താനെടുക്കും. അത്ര റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാതെ അവിടെ ഏത് വാഹനമാണോ അവൈലബിൾ ആ വാഹനത്തിൽ ആളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. RIGH കഴിഞ്ഞു, ഹോസ്പിറ്റലിലെത്തി, ടെൽ ദ ഡോക്ടർ അല്ലെങ്കിൽ ടോക്ക് ടു ദ ഡോക്ടർ. എന്താണ് സംഭവിച്ചത്? നിലത്ത് കിടക്കുമായിരുന്നു, ഇപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. പാമ്പ് കടിച്ചതാണോ നമുക്ക് അറിയത്തില്ല. സ്നേക്ക് ബൈറ്റിൻ്റെ കേസിൽ പാമ്പ് കടിച്ചത് നമ്മൾ കണ്ടാൽ മാത്രമല്ല, എന്തോ കൊണ്ടു, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് പറമ്പിലൊന്ന് പോയിട്ട് വന്നപ്പോഴേക്കും കാലിൽ എന്തോ കൊണ്ടു, രാത്രി ഒന്ന് കിണറിൻ്റെ അവിടം വരെ പോയിട്ട് വന്നപ്പോഴേക്കും എന്തോ കൊണ്ടതുപോലെ തോന്നുന്നു, അല്ലെങ്കിൽ എന്തോ കടിച്ചതുപോലെ തോന്നുന്നു. സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ റിസ്ക് എടുക്കാതെ ജീവൻ്റെ കാര്യമാണ്, ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നുള്ളതാണ്. അന്നേരം എന്താ ഡോക്ടറോട് പറയുക? പാമ്പ് കടിച്ചതായിട്ടൊന്നും കണ്ടില്ല, പക്ഷെ എന്തോ കടിച്ചു, അല്ലെങ്കിൽ ഞാൻ കിടന്നുറങ്ങുമായിരുന്നു, നിലത്താണ് കിടന്നുറങ്ങിയത്, എന്തോ കടിച്ചതുപോലെ തോന്നുന്നു. അത് എപ്പോഴും നിർബന്ധമില്ല. അതാണ്, അത് വേറൊരു സംഗതിയാണ്. ഇപ്പം നിലത്ത് കിടന്നുറങ്ങുമ്പോൾ വെള്ളിക്കെട്ടൻ കടിച്ചു. വെള്ളിക്കെട്ടൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഷപ്പല്ല് വളരെ ചെറുതാണ്. ഇപ്പോൾ റസൽസ് വൈപ്പറിൻ്റെയൊക്കെ പല്ല് വലുതാണ്, 1 ഇഞ്ച് വരെ അതിന് നീളം ഉണ്ടാകാം. ക്രേറ്റിൻ്റെ പല്ലെന്ന് പറഞ്ഞാൽ ഒരു 3 to 5 മില്ലിമീറ്ററൊക്കെ അതിന് സൈസ് ഉണ്ടാവുള്ളൂ. ഉറക്കത്തിൽ കടിച്ചതാണെന്നുണ്ടെങ്കിൽ എന്താണ് അത്, ഈ ചിലപ്പോൾ കൊതുക് കടിച്ചാൽ നമ്മൾ ഉറക്കത്തിൽ ഉണരത്തില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ അത്രയൊക്കെ വേദന ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചെറിയ സൂചി കൊണ്ട് കുത്തിയതുപോലുള്ള വേദന ഉണ്ടാവുള്ളൂ. ആ സ്ഥലം പരിശോധിച്ചാലും ചിലപ്പോൾ പെട്ടെന്ന് ബൈറ്റ് മാർക്ക് നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഡോക്ടറോട് പറയുന്നത് നിലത്താണ് കിടന്നത് എന്നുള്ളത് മാത്രമായിരിക്കും. പക്ഷേ ഒത്തിരി കഴിയുമ്പോഴേക്കും നമുക്ക് തലകറക്കം തോന്നുന്നു. അത് ന്യൂറോടോക്സിക് എൻവെനമേഷൻ്റെ സിംറ്റമാണ്. അത് വെച്ചിട്ട് ഡോക്ടർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സിംറ്റംസ് അതായത് 2 തരത്തിലാണ്. ഒന്ന്, കരയിൽ കാണുന്ന പാമ്പുകളിൽ പ്രധാനമായും ന്യൂറോടോക്സിക് ഉണ്ട്, ഹീമോടോക്സിക് ഉണ്ട്. ന്യൂറോടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂർഖൻ പാമ്പ്, വെള്ളിക്കെട്ടൻ, രാജവെമ്പാല പോലുള്ള പാമ്പുകളൊക്കെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന, നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ന്യൂറോടോക്സിക് വെനമാണ്. അത് ന്യൂറോടോക്സിക്കിൽ പ്രധാനമായും ക്രേറ്റിൻ്റെയൊക്കെ കടിയേറ്റ് കഴിഞ്ഞാൽ ടോസിസ് എന്ന് പറയും. അതായത് കണ്ണ് തുറക്കാൻ പറ്റാതെ പോള ഇങ്ങനെ അടഞ്ഞു പോവുക, പിന്നെ തലചുറ്റൽ, നമുക്ക് തലകറക്കം, ഒരു ഡിസിനെസ് ഒക്കെ അനുഭവപ്പെടുക, ഛർദി ഉണ്ടാവുക. ക്രേറ്റിൻ്റെ ആണെങ്കിൽ എസ്പെഷ്യലി വയറുവേദന ഒരു പ്രധാന ലക്ഷണമായിട്ട് കാണാറുണ്ട്. മൊത്തത്തിൽ നമുക്കൊരു ബാലൻസ് ഇല്ലായ്കയും, അതുപോലെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, ചിലപ്പോൾ ആ ഒരു ന്യൂറോടോക്സിക് ആയത് കാരണം ഒരു പാരാലിസിസിൻ്റെ ഒരു സിംറ്റമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അണലി വർഗത്തിൽപ്പെട്ട പാമ്പുകളാണെന്നുണ്ടെങ്കിൽ ഹീമോടോക്സിക് എൻവെനമേഷനാണ്. അപ്പോൾ അത് രക്തം കട്ട പിടിക്കുന്നതിനെ തടയുന്ന, അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ ബാധിക്കുന്ന വിഷമാണത്. അത് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഓർഗൻസിനെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആവത്തില്ല. അതിനാണ് 20 WBCT ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് 20 മിനിറ്റ്സ് ഹോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ടൈമാണ് നോക്കുന്നത്. ബ്ലഡ് എടുത്തിട്ട് ഒരു ടെസ്റ്റ് ട്യൂബിൽ 20 മിനിറ്റ് ഇങ്ങനെ വയ്ക്കും, ഫ്രീ ആയിട്ട് വയ്ക്കും. അത് 20 മിനിറ്റ് കൊണ്ട് ക്ലോട്ട് ആവുന്നുണ്ടെങ്കിൽ, സാധാരണ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ബ്ലഡ് ആണെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് അത് കട്ട പിടിക്കും. ആ സമയം കൊണ്ട് കട്ട പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹീമോടോക്സിക് എൻവെനമേഷൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ അത് ഈ നമുക്ക് ഗംസിലൂടെയൊക്കെ, ഇപ്പം വായിൽ നിന്നോ അല്ലെങ്കിൽ മൂക്കിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഈ രോമകൂപങ്ങളിൽ നിന്നോ ഒക്കെ ബ്ലഡ് വരാൻ സാധ്യതയുണ്ട്. മൂത്രം ഒഴിക്കുമ്പോഴേക്കും അതോടൊപ്പം ബ്ലഡ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഹീമോടോക്സിക് എൻവെനമേഷൻ്റെ സിംറ്റംസ് ആണ്. പിന്നെ പലരുടെയും ഒരു വളരെ പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടിയേറ്റ പാട് നോക്കിക്കഴിഞ്ഞാൽ കടിച്ചത് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ തിരിച്ചറിയാമെന്നുള്ളൊരു ഇതിലേക്ക് നയിച്ച അത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ പ്രിന്റ് മീഡിയയിലോ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ കറങ്ങി നടക്കുന്ന പല പോസ്റ്ററുകളൊക്കെയാണ്. അതായത് കടിച്ച പാമ്പിന്റെ ലക്ഷണം വെച്ചിട്ട് അത് വിഷമുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് തിരിച്ചറിയാം. അതൊക്കെ അതിന്റെ ഒരു എക്സ്ട്രീം ലെവലാണ്. കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തിയിട്ട് അത് തിരിച്ച് കംപ്ലീറ്റ് ആ പ്രോസസ്സ് റിവേഴ്സ് ചെയ്തിട്ട് അത് വിഷക്കല്ലുണ്ട്. ഈ കറുത്ത കോഴിയെ അതിന്റെ പൃഷ്ഠഭാഗം കീറിയിട്ട് അത് ചേർത്ത് വെച്ചിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഈ അന്ധവിശ്വാസത്തിന്റെ ഒരു വേറൊരു ലെവലാണ്. നമ്മളിപ്പോൾ ഇത് പക്ഷെ ജനറലായിട്ട് അത്യാവശ്യം ശാസ്ത്രീയമായി ചിന്തിക്കുന്ന
ലോജിക്കലി ചിന്തിക്കുന്ന ആൾക്കാർക്ക് പോലും തെറ്റുപറ്റാവുന്ന ചില സംഗതികളാണ്. ഒന്ന്, ഈ പാമ്പിൻ്റെ രൂപം വെച്ചിട്ട് അത് വെനമസ് ആണോ വെനമസ് അല്ലയോ എന്നുള്ളത് കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റും എന്നുള്ളൊരു ധാരണ. ത്രികോണാകൃതിയിൽ തലയുള്ള പാമ്പുകൾ, അതുപോലെ പൂച്ചയുടെ കണ്ണ് പോലെ വെർട്ടിക്കൽ പ്യൂപ്പിൾ, കുത്തനെയുള്ള കൃഷ്ണമണിയുള്ള പാമ്പുകൾ ഒക്കെ വെനമസ് ആണ് എന്നൊരു ധാരണ. ഉരുണ്ട തലയുള്ള പാമ്പുകൾ, അതുപോലെ വട്ടത്തിലുള്ള കൃഷ്ണമണിയുള്ള പാമ്പുകൾ വെനമസ് അല്ല എന്നുള്ളൊരു ധാരണ. ഇതൊക്കെ തെറ്റാണ്. വട്ടത്തിൽ കൃഷ്ണമണിയുള്ള ഉരുണ്ട തലയുള്ള പാമ്പാണ് ക്രേറ്റ്. ഇന്ത്യയിലെ പാമ്പുകളിൽ ഏറ്റവും കൂടുതൽ വെനം ഇൻറ്റൻസിറ്റിയും പൊട്ടൻസിയും ഉള്ളത് ക്രേറ്റിനാണ്. അപ്പോൾ അത് തെറ്റാണ്. ഈ ത്രികോണാകൃതിയിൽ തലയുള്ളതും പൂച്ചയുടെ കണ്ണ് പോലുള്ള കണ്ണുള്ളതുമായിട്ടുള്ള ഹൈലി വെനമസ് ആയിട്ടുള്ള വൈപ്പേഴ്സ് ഉണ്ട്. മോഡറേറ്റ്ലി വെനമസ് ആയിട്ടുള്ള പിറ്റ് വൈപ്പേഴ്സും അതുപോലെ ക്യാറ്റ് സ്നേക്സും ഒക്കെ ഉണ്ട്. ഒട്ടും തന്നെ വെനമസ് അല്ലാത്ത പൈത്തോൺസ് പോലുള്ള പാമ്പുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ പാമ്പിൻ്റെ രൂപം വെച്ചിട്ട് അത് വെനമസ് ആണോ നോൺ വെനമസ് ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു അനുമാനത്തിലേക്ക് എത്താൻ പറ്റില്ല. ബൈറ്റ് മാർക്ക് കണ്ടാൽ ഒരു കാരണവശാലും അത് വെനമസ് ആണോ നോൺ വെനമസ് ആണോ എന്ന് നമുക്ക് ആ ബൈറ്റ് മാർക്ക് കൊണ്ട് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം അതിലൊരു പൊതുവിലൊരു വിശ്വാസമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിഷമുള്ള പാമ്പ് കടിച്ചാണെങ്കിൽ 2 വിഷപ്പല്ലിൻ്റെ അടയാളം അവിടെ ഉണ്ടാവും. അവിടെ ലോക്കൽ റിയാക്ഷൻ, നീലിച്ച നിറം ഉണ്ടാവും, അല്ലെങ്കിൽ ചുവന്ന നിറം ഉണ്ടാവും, നീരുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ മോതിരമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഊരി മാറ്റണമെന്ന് പറയുന്നത്. കാരണം നീര് വന്നിട്ട് പിന്നെ അത് ഊരി മാറ്റാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ഇതൊന്നും ഉണ്ടാവണമെന്നില്ല. ക്രേറ്റിൻ്റെ ബൈറ്റ് മാർക്ക് പോലും ഉണ്ടാവില്ല. വളരെ സീരിയസ് ആയിട്ടുള്ള എൻവെനമേഷൻ സംഭവിക്കാൻ ബൈറ്റ് മാർക്ക് ഇല്ലാത്തൊരു കുഞ്ഞു ബൈറ്റ് മതിയാവും. ഒരു കുഞ്ഞ് ജനിച്ച് 1-2 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു വെള്ളിക്കെട്ടൻ കടിച്ചാൽ മതിയാവും. അതായത് ഈ ലക്ഷണമൊത്ത ഒരു മുതിർന്ന ഒരു മൂർഖം പാമ്പിൻ്റെയൊക്കെ കടി കിട്ടിക്കഴിഞ്ഞാൽ 2 വിഷപ്പല്ല് ആ ടിഷ്യൂവിൽ താഴ്ന്നിറങ്ങിയ അടയാളം ഉണ്ടാകാം. അവിടെ ഭയങ്കരമായ കടുത്ത വേദന ഉണ്ടാകാം. അവിടെ നീരുണ്ടാകാം. നീലിച്ച നിറമോ ചുവന്ന നിറമോ ഒക്കെ ഉണ്ടാകാം. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഈ വിഷപ്പാമ്പുകൾക്ക് വിഷപ്പല്ലിലൂടെയാണ് ഫാങ്സ് എന്നാ പറയുക. അതിലൂടെയാണ് അത് വെനം ഇഞ്ചെക്ട് ചെയ്യുന്നത്. എപ്പോഴും 2 വിഷപ്പല്ല് അതിനുണ്ടാവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഹ്യൂമൻ ബീയിങ്സോ അല്ലെങ്കിൽ മാമൽസോ ഒക്കെ പൊതുവെ നമുക്കൊരു വളർച്ച പ്രായമുണ്ട്. 16 വയസ്സ് വരെ ഞാൻ വളർന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വളർച്ചയില്ല. എനിക്ക് ജനിച്ചപ്പോൾ പല്ലില്ലായിരുന്നു. പിന്നെ പാൽപ്പല്ലുകൾ വന്നു. ആ പാൽപ്പല്ലുകൾ പൊഴിഞ്ഞു പോയിട്ടുള്ള പല്ലാണ് ഇപ്പോൾ എനിക്ക് നിലവിലുള്ളത്. ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ വരില്ല. പിന്നെ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ആർട്ടിഫിഷ്യൽ പല്ല് വയ്ക്കാനേ പറ്റുള്ളൂ. പാമ്പുകൾക്ക് അങ്ങനെയല്ല. പാമ്പുകളുടെ ഫാങ്സ് ഇടയ്ക്ക് പൊഴിഞ്ഞു പോകും. ഈ പുറംചട്ട പൊഴിക്കുന്നത് പോലെ തന്നെ, പടം പൊഴിക്കുക എന്നൊക്കെ പറയത്തില്ലേ, മോൾട്ടിങ്. അത് മുതിർന്ന പാമ്പുകൾ വർഷത്തിൽ 5, 6, 7 തവണയൊക്കെ ചെയ്യാറുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവയുടെ പല്ല് പൊഴിഞ്ഞു പോകും. വിഷപ്പല്ലും പൊഴിഞ്ഞു പോകും. ഒരു പല്ല് പൊഴിഞ്ഞിരിക്കുന്ന സമയത്ത് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ 2 പല്ലിൻ്റെ അടയാളം ഏതായാലും ഉണ്ടാകില്ല. ഇനി ചിലപ്പോൾ 2-ലധികം പല്ലുകളുടെ അടയാളം ഉണ്ടാകാം. അതും ഒരു ധാരണയാണ്. അതായത് കുറേ പല്ലിൻ്റെ ഇംപ്രഷൻ ഉണ്ടെങ്കിൽ, അടയാളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിഷമില്ലാത്ത പാമ്പാണ് എന്നൊരു ധാരണയുണ്ട്. അങ്ങനെയും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ 2 വിഷപ്പല്ല് പൊഴിഞ്ഞു പോയി, പുതിയ വിഷപ്പല്ല് വന്നു, കടിച്ചപ്പോഴേക്കും വേറെ കുറേ പല്ലിൻ്റെയും കൂടെ ഇംപ്രഷൻ അതിൽ വന്നു. അത് വളരെ സീരിയസ് ആയിട്ടുള്ള വെനമസ് ബൈറ്റ് ആകാം. അല്ലെങ്കിൽ ചിലപ്പോൾ 2-ലധികം വിഷപ്പല്ല്, അതായത് ഈ പാൽപ്പല്ല് പൊഴിഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ പെർമനന്റ് ടീത്ത് വന്ന കുട്ടികൾ നമ്മൾ കാണാറില്ലേ എന്ന് പറഞ്ഞതുപോലെ, നിലവിലുണ്ടായിരുന്ന 2 വിഷപ്പല്ല് പൊഴിയുന്നതിന് മുന്നേ തന്നെ പുതിയ വിഷപ്പല്ല് വന്നു. അപ്പോൾ കടിക്കുമ്പോൾ ചിലപ്പോൾ 4 വിഷപ്പല്ലിൻ്റെ തന്നെ അടയാളം ഉണ്ടാവും. അതും സാധ്യതയുള്ളതാണ്. അത്തരത്തിലുള്ള പാമ്പുകളെ സ്പെസിമെൻസിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കടിയേറ്റ പാട് നോക്കിയിട്ട് ഇത് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്ന് നമുക്ക് തിരിച്ചറിയാനോ അല്ലെങ്കിൽ കൺക്ലൂസീവായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പല സാഹചര്യങ്ങളും അത് സിംറ്റംസ് നോക്കിയിട്ടാണ്. കടിയേറ്റ പാടുണ്ടോ എന്നുള്ളത് നോക്കും, ബൈറ്റ് മാർക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കും പ്രാഥമികമായിട്ട്. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ 20-WBCT, അപ്പോൾ ക്ലോട്ടിംഗ് ടൈം നോക്കിക്കഴിഞ്ഞാൽ ഹീമോടോക്സിക് എൻവെനമേഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാം. മറ്റ് ക്ലിനിക്കൽ സിംറ്റംസ്, അതായത് ഈ പറഞ്ഞ ടോസിസ് ആയാലും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടായാലും അത്തരത്തിലുള്ള ന്യൂറോടോക്സിക് സിംറ്റംസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. ഇതിൻ്റെ ഒരു അത്തരത്തിൽ വിലയിരുത്തിയിട്ട് അല്ലെങ്കിൽ ആ സിംറ്റംസ് നോക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് വേണമെന്നുള്ളത് ഡോക്ടർ ഡിസൈഡ് ചെയ്യുന്നത്. പാമ്പ് ശരിക്കും എന്തിനാ മനുഷ്യരെ കടിക്കുന്നത്? ഇപ്പോൾ രാത്രി അതിൻ്റെ ഒരു ഡിഫൻസീവ് മെക്കാനിസമാണ്. രാത്രി കടിക്കുന്നത് അത് അന്വേഷിച്ചൊന്ന് കടിക്കുന്നതല്ല. അതായത് ഇതിന് ഏറ്റവും സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ കൃഷിയിടങ്ങളിൽ കൃഷിക്ക് വിളവെടുക്കാറാകുന്ന സമയത്ത് കൃഷിക്ക് കാവൽ കിടക്കുന്ന കർഷകരുണ്ട്. അവർ നിലത്തോ അല്ലെങ്കിൽ ചെറിയ ഈ ബാമ്പു കൊണ്ടുള്ള തട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലാണ് കിടക്കുന്നതെങ്കിൽ ഈ വെള്ളിക്കെട്ടന് അതിലൂടെ ചെറിയ കുറ്റി കാലിലൂടെയൊക്കെ കയറി വരാനുള്ള കഴിവുണ്ട്. കയറി മുകളിൽ വരും. അപ്പോൾ
അന്തരീക്ഷം തണുപ്പുള്ള സമയത്ത് എന്തെങ്കിലും ഒരു ചൂടുള്ള ശരീരം എന്ന് പറഞ്ഞാൽ അതിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ ശരീരത്തിനടുത്ത് വന്ന് ചൂട് തേടി വരുന്നതാണ്. ഓപ്പണായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്ത് വന്ന് കിടക്കും. അപ്പോൾ ഉറക്കത്തിൽ നമ്മൾ അറിയാതെ തന്നെ ഈ കർഷകൻ ഉറക്കത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ ഈ പാമ്പിൻ്റെ ദേഹത്തേക്ക് തിരിയുമ്പോൾ അതിന് വേദനിച്ചിട്ട് അത് പെട്ടെന്ന് അതിൻ്റെ ഒരു റിയാക്ഷനായിട്ട് കടിക്കുന്നതാണ്. അല്ലാതെ ആളെ അന്വേഷിച്ച് വന്ന് കടിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വകപോക്കാൻ വേണ്ടി കടിക്കുന്നു എന്നൊക്കെ ആ രീതിയിലല്ല. എല്ലാ പാമ്പുകടികളും റിയാക്ഷൻസ്, എല്ലാ പാമ്പുകടികളും ആക്സിഡൻസ് ആണ്. ഒരു പാമ്പ് ഇപ്പോൾ മൂർഖനായാലും ചേനത്തണ്ടനായാലും നമ്മളറിയാതെ അതിൻ്റെ തൊട്ടടുത്ത് വളരെ ക്ലോസ് റേഞ്ചിലേക്ക് പോകുമ്പോഴാണ് അത് കടിക്കുന്നത്. അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അത് കടിക്കുന്നത്. അല്ലാതെ ഒരാളവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഓടി വന്ന് നമ്മളെ കടിച്ചിട്ട് പോകുന്ന സ്വഭാവം ഒരു പാമ്പുകൾക്കും ഇല്ല. പൊതുവെ ഉള്ള ഒരു ധാരണ ഈ അർബനൈസേഷൻ വന്നതോടുകൂടി പാമ്പുകളുടെ പോപ്പുലേഷൻ കുറഞ്ഞു എന്നുള്ളതായിരുന്നു. ബട്ട് ഇപ്പൊ ഈ കുറെ സംഭവങ്ങൾ വന്നാൽ അങ്ങനെയല്ല. നമ്മുടെ സർപ്പായിലെ ഡാറ്റയിൽ ഏറ്റവും കൂടുതൽ കോള് കിട്ടുന്നതൊക്കെ ടൗൺ ഏരിയയിൽ നിന്നാണ്. ടൗൺ ഏരിയയിൽ തന്നെ നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങൾ, നെൽകൃഷിയും അതുപോലുള്ള പലതരത്തിലുള്ള കൃഷിയൊക്കെ ഉള്ള ഗ്രാമപ്രദേശങ്ങളിലോ അല്ലെങ്കിൽ കാർഷിക മേഖലകളിൽ നിന്ന് വരുന്ന കോളുകളേക്കാൾ കൂടുതൽ ഇത്തരം ടൗൺ ഏരിയകളിൽ നിന്നാണ് കോളുകൾ വരുന്നത്. ടൗൺ ഏരിയയിൽ തന്നെ മാർക്കറ്റിൻ്റെ സാന്നിധ്യം, അതുപോലെ ഈ തോടിൻ്റെയൊക്കെ സാന്നിധ്യം ഉള്ള സ്ഥലങ്ങളിൽ കോള് കൂടുതലാണ്. മാർക്കറ്റുള്ള സ്ഥലങ്ങളിൽ എലികളുണ്ടാവും. വലിയ എലികളുള്ളയിടത്ത് വലിയ പാമ്പും ഉണ്ടാവും. അതായത് കേരളത്തിലെ ഗ്രാമീണ മേഖലയിൽ നിന്ന് പിടിക്കുന്ന മൂർഖൻ പാമ്പിനേക്കാൾ നല്ല സൈസ് മൂർഖനെയും അണലിയെയൊക്കെയാണ് ഇതൊന്നുമില്ലാത്ത ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ടൗണുകളിൽ നിന്നും അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ മാർക്കറ്റിനോട് അടുത്ത സ്ഥലങ്ങളിൽ നിന്ന് ഡ്രെയിനേജിൻ്റെ സ്ഥലത്തിൽ അത്തരം സ്ഥലങ്ങളിലൊക്കെ ഇതിന് സേഫായിട്ട് ഇരിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാകും. കാട് നിറഞ്ഞതും അതുപോലെ കയറിയിരിക്കാനുള്ള ഇടുക്കുകൾ, മാളങ്ങളൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് നല്ല ഹാബിറ്റാറ്റ് ഉണ്ട്. പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റ് കൂടി വളരെ പ്രധാനമാണ്. വേസ്റ്റ് മാനേജ്മെന്റ് വളരെ പ്രധാനമാണ്. വേസ്റ്റ് മാനേജ്മെന്റിലുള്ള ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ് എലികൾ ധാരാളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും. അത്തരം സ്ഥലങ്ങളിൽ മൂങ്ങയും ഒക്കെ ധാരാളം ഉണ്ടാവും. വെള്ളിമൂങ്ങയൊക്കെ ഉണ്ടാവും. മിക്കവാറും നമ്മുടെ ടൗണുകളോട് അല്ലെങ്കിൽ കേരളത്തിലെ 14 ജില്ലകളുടെയും ജില്ലാ ആസ്ഥാനങ്ങളിലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഓഫീസുകളിലൊക്കെ വെള്ളിമൂങ്ങകൾ ധാരാളമായിട്ടുണ്ട്. അതിനോടടുത്ത സ്ഥലങ്ങളിലൊക്കെ മാർക്കറ്റുകളും ആ മാർക്കറ്റുകളിലൊക്കെ ധാരാളം എലികളും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. ഇപ്പം ഈ ഒരു സമ്മർ ടൈമിലാണല്ലോ ഈ പാമ്പുകളുടെ ഒരു ഇഷ്യൂസ് ഇപ്പോൾ ഈ ഒരു റീസെൻ്റ്ലി കൂടുതലായി വരുന്നത്. ആൻഡ് വി നോ ഇപ്പോൾ ഗ്ലോബൽ ഫിനോമിന എടുത്ത് നോക്കിയാലും ചൂട് കൂടുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഓവർ ദ ഇയേഴ്സ് ഇനി വരും വർഷങ്ങളിൽ ഇത് കൂടാനുള്ളൊരു സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. നമ്മൾ അതായത് അത് മറ്റ് വന്യജീവികളെ സംബന്ധിച്ചായാലും അതിൻ്റെ ബിഹേവിയറൽ ചേഞ്ചിൽ അത് നമ്മൾ പഠന വിധേയമാക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ വനംവകുപ്പിൽ സർവീസിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 21 വർഷമായി. അപ്പോൾ ഈ 21 വർഷം കൊണ്ട് ഞാൻ ഈ വന്യജീവികളുടെ പെരുമാറ്റങ്ങൾ കാണുന്നുണ്ട്. പണ്ടൊക്കെ എൻ്റെ സർവീസിൻ്റെ ആരംഭ സമയത്ത് ഞാൻ മറയൂരൊക്കെ ജോലി ചെയ്ത സമയത്ത് അല്ലെങ്കിൽ അച്ചൻകോവിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്ത സമയത്ത് നമ്മൾ വനത്തിനകത്ത് ട്രക്കിങ്ങിനും ക്യാമ്പിങ്ങിനും വേണ്ടി പോകും, പരിശോധനയ്ക്കൊക്കെ വേണ്ടി പോകും. ചിലപ്പോൾ 3-4 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യാത്രകളായിരിക്കും. ആ സമയത്ത് നമ്മൾ മിനിമം ഫുഡ് അരിയും കുറച്ച് പയറും അങ്ങനെയുള്ള പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ്, തക്കാളി ഇങ്ങനെയുള്ള സംഗതികൾ മാത്രമാണ് നമ്മൾ ഇടയ്ക്ക് കുക്ക് ചെയ്ത് കഴിക്കുന്നത്. അതിനു വേണ്ടിയുള്ള ഫുഡും അത് കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളും വിരിച്ച് കിടക്കാനുള്ള ഒരു ടാർപോളിൻ അല്ലെങ്കിൽ ഒരു ഷീറ്റ്, ഇത് മാത്രമാണ് നമ്മൾ കരുതുന്നത്. വേറെ ബിൽഡിങ്ങുകളൊന്നുമില്ല. നിലത്ത് തന്നെ നമ്മൾ ഇത് വിരിച്ചിട്ട് അല്പം നിരന്ന സ്ഥലം ഉണ്ടാവും. ഏതെങ്കിലും ഒരു ആറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു നീർച്ചാലിൻ്റെ കരയിലായിരിക്കും നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ക്യാമ്പ് ചെയ്യുന്നത്. അവിടെ ഇത് വിരിക്കുന്നു. നമ്മൾ ഒരു 4-5 പേരൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് കിടക്കുന്നു. ചുറ്റും വിറക് നമ്മളെടുത്തിട്ട് തീയിടുന്നു. അപ്പോൾ ഈ തീയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ കടുവയോ അല്ലെങ്കിൽ കാട്ടാനയോ പോലുള്ള ജീവികളൊന്നും അങ്ങോട്ട് വരില്ല എന്നുള്ളൊരു ധൈര്യത്തിലാണ്. അപ്പം ഈ വന്യജീവികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് അത്തരത്തിലുള്ള നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്ന രീതിയൊന്നും ഇല്ലായിരുന്നു. അന്നും നമ്മുടെ ഒപ്പം കൂടുതൽ കാട്ടിലേക്ക് വരുന്നത് ഈ പല സ്ഥലങ്ങളിലും ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളാണ്. നമുക്കൊപ്പം വാച്ചർമാരൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. കാട് നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്. അവർക്ക് ഓരോ ആനയും പേരെടുത്ത് പറയാൻ വരെ അറിയുന്ന ആൾക്കാരാണ്. ഈ ആന ഇന്ന കൂട്ടത്തിലുള്ളതാണ്, ഈ ആനയ്ക്ക് ഇത്ര വയസ്സുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആനയെ സംബന്ധിച്ച് അതിനറിയാം. ഇവരെ ആനയ്ക്കും അറിയാം. ഒരിക്കലും ആനയോ അല്ലെങ്കിൽ മറ്റു വന്യജീവികളൊന്നും ഇവരെ അറ്റാക്ക് ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല. വളരെ വളരെ അപൂർവമാണ്. ഈ കാട്ടുതേനൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്ന സീസൺ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തേനീച്ച വന്ന് കൂട് വയ്ക്കുന്നു. എന്നിട്ട് മരങ്ങളിലൊക്കെ പൂക്കളുണ്ടാവുന്നു. ഫെബ്രുവരി മാർച്ചോടുകൂടി തേനീച്ച തേനെടുക്കാനുള്ള ഒരു സീസൺ ആവുന്നു. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെയാണ് ഇവർ തേനെടുക്കുന്നത്.
അപ്പോൾ ആ സമയങ്ങളിലൊക്കെ അന്നും ഇവർ കാട്ടിനകത്ത് താമസിക്കുകയും തേൻ ഉൾപ്പെടെയുള്ള മറ്റ് വനവിഭവങ്ങൾ ശേഖരിക്കുകയൊക്കെ ചെയ്യും. അവർക്ക് അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണ്. പക്ഷെ ഇപ്പോൾ റീസെൻ്റായിട്ട് കാടിനുള്ളിൽ പോയി തേനെടുക്കാൻ വേണ്ടി കാട്ടിനകത്തേക്ക് പോയ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളെ കാട്ടാനെ ആക്രമിച്ചു മരണപ്പെട്ടു, കടുവ പിടിച്ചു മരണപ്പെട്ടു, കരടി ആക്രമിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ ധാരാളം വരുന്നുണ്ട്. ഇവർക്ക് ചൂട് കൂടുന്നതനുസരിച്ച് ഒരു പരിധിയിൽ കൂടുതലായിട്ട് ഈ എക്സ്ട്രീം ക്ലൈമറ്റ്സ് വരുന്നതനുസരിച്ച് അവർക്ക് സ്ട്രെസ് ലെവൽ ഹൈ ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹൈ സ്ട്രെസ് ലെവലിൽ നിൽക്കുന്ന ജീവികൾ ഒരു സാധാരണഗതിയിൽ ശാന്തരായി കാണുന്ന ജീവികൾ പോലും ചിലപ്പോൾ വളരെ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുകയും നമ്മളെ ആക്രമിക്കുകയൊക്കെ ചെയ്യും. ഇപ്പം നമുക്ക് തന്നെ പണ്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വനത്തിനകത്തേക്ക് പോകുന്ന നമുക്ക് തന്നെ ഇപ്പോൾ ആയുധങ്ങളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ വനത്തിനകത്തേക്ക് പോകാൻ ഒരു ഭയപ്പാടുണ്ടെന്നുള്ളതാണ്. അപ്പം ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നുണ്ട്. അത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയാണ്. ഒരു പീക്ക് സീസണിൽ അല്ലെങ്കിൽ എക്സ്ട്രീം സീസൺസിൽ ഈ വന്യജീവികളുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് അങ്ങനെയും വരാം. ഇപ്പോൾ നാട്ടിൻപുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും അവിടെ നിന്നൊരു ദുരനുഭവം വന്നൊരു ആന കാട്ടിനകത്ത് വെച്ച് ഒരു മനുഷ്യനെ കണ്ടാൽ അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണം എന്ന രീതിയിൽ അത് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത്തരം ഒരു സാധ്യതയും ഉണ്ട്. നമ്മൾ പണ്ട് ഈ സർപ്പക്കാവുകൾ ഉണ്ടായിരുന്നല്ലോ, അതൊരു നല്ലൊരു എക്കോസിസ്റ്റം ആയിരുന്നു. പാമ്പുകൾക്ക് വേണ്ടതെല്ലാം അവിടെയുണ്ട്, തണുപ്പുണ്ട്, ഫുഡുണ്ട്. അപ്പോൾ ആ സർപ്പക്കാവുകൾ ഇല്ലാതായതോടുകൂടി ഈ അങ്ങനെ ഒതുങ്ങി ജീവിച്ചിരുന്ന പാമ്പുകൾ പുറത്തേക്ക് വരുന്നുവെന്നും അങ്ങനെ ഒരു തിയറി ഉണ്ട്. അത് എത്രമാത്രം ശരിയാണ്? കാവുകൾ പാമ്പുകൾക്ക് വേണ്ട ഒളിയിടങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാവുകളുണ്ട്, സർപ്പക്കാവുകളുണ്ട്. ചിലതൊക്കെ ചുരുങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ ഇരിങ്ങോൾ കാവ് മുമ്പുണ്ടായിരുന്ന അത്രയും ഏരിയ ഇപ്പോൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചുരുങ്ങി വരുന്നുണ്ട് എങ്കിൽ പോലും കാവുകൾ ഇപ്പോഴും ഉണ്ട്. അത് പാമ്പുകൾക്ക് പറ്റിയ വളരെ തണുപ്പും തണലും അതിന് ജീവികളുടെയൊക്കെ സാന്നിധ്യവും ഒക്കെയുള്ള ആവാസ കേന്ദ്രങ്ങൾ തന്നെയാണ്. വനം വകുപ്പ് കാവുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സോഷ്യൽ ഫോറസ്ട്രി എന്ന് പറയും, സാമൂഹ്യ വനവൽക്കരണ വിഭാഗം, അതുവഴി കുറച്ച് ഇൻസെൻറ്റീവ്സ് ഒക്കെ കൊടുക്കുന്നുമുണ്ട്. അത്തരം ഒരു പദ്ധതി തന്നെ നമുക്കുണ്ട് കാവുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. കാവുകൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി പാമ്പുകൾ അതിനെ പറ്റിയ ആവാസ വ്യവസ്ഥകളും ഉണ്ട്. ഇപ്പോൾ കാവുകൾ കൂടാതെ തന്നെ ഇതിന് ഒത്തിരി സ്പേസ് ഒന്നും വേണ്ട, ചെറിയ ജീവിയാണ്. മാളങ്ങൾക്കുള്ളിലൊക്കെ കടന്നിരിക്കാനുള്ള ഒരു അത്തരത്തിൽ ചെറിയ സ്ഥലങ്ങളിൽ ചെറിയ ഒളിയിടങ്ങളിൽ തന്നെ കഴിഞ്ഞുകൂടാൻ പറ്റുന്നൊരു അഡാപ്റ്റേഷനും അത്തരത്തിലുള്ളൊരു ശാരീരിക ഘടനയും ഒക്കെ ആയത് കാരണം അത് ജനവാസ മേഖലകളിലൊക്കെ കാണാറുണ്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലും അല്ലെങ്കിൽ നഗരങ്ങളിലും ഒക്കെ കാണാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എല്ലായിടത്തും കൃഷിയിടങ്ങളിലും നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും ചെറുനഗരങ്ങളിലും വൻ നഗരങ്ങളിലും ഒക്കെ ഇതിൻ്റെ സാന്നിധ്യം കാണാനുള്ള എല്ലാ സാധ്യതയുണ്ട് വീടിന് മുറ്റത്ത്. ഇപ്പോൾ അത് തീരെ പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ചേരി പ്രദേശം പോലുള്ള വീടുകളായാലും ശരി, അത്യാവശ്യം ചുറ്റുമതിലും ഗേറ്റും ഒക്കെയുള്ള മോഡേൺ രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള അടച്ചുറപ്പുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന വീടിനും പരിസരത്തും വീടിനകത്തും ഒക്കെ ഈ പാമ്പുകളൊക്കെ വന്നു വിടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ കുറേ വീടുകളൊക്കെ ഉള്ള സ്ഥലത്ത് തന്നെ ചില പ്ലോട്ടുകളൊക്കെ കാട് പിടിച്ചൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിലേക്ക് ആ പ്രദേശത്തുള്ള പാമ്പുകളൊക്കെ അവിടെ വന്ന് കൂടാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അവിടെ ചിലർ ഈ വേസ്റ്റ് ഡംപിങ്ങിനൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫുഡിൻ്റെ അവൈലബിലിറ്റി അവിടെ കിട്ടുമെന്നുള്ളതുകൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടാനും അവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് എത്താനും ഒക്കെ സാധ്യതകളുണ്ട്. നമ്മൾ ഈ സർപ്പങ്ങളെ ആരാധിക്കുന്ന ഒരു കൾച്ചർ കൂടിയുള്ളൊരു നമുക്കതുണ്ട്. അത് ബാക്കി കൾച്ചേഴ്സിൽ അതുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു ഗ്ലോബലി എങ്ങനെയാണ് നാഗങ്ങളെ ആരാധിക്കുന്ന ഒരു കൾച്ചർ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ? ഇത് പല രാജ്യങ്ങളിലുള്ളതെല്ലാം ഒന്നിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യരുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് മനുഷ്യരുടെ ഒരു പരിണാമവും ആവിർഭാവവും ഒക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖകൾ കണ്ടെത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ വൻകരയിൽ ഉണ്ടായ മനുഷ്യർ പല സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് കാലക്രമേണ പല സ്ഥലങ്ങളിലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ ജനറ്റിക് ലെവലിൽ തന്നെ വേരിയേഷൻസ് ഉണ്ടായി, പല റേസുകളായി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എല്ലാം ഒന്നിൽ നിന്ന് വന്നത് തന്നെയാണ്. ആക്ച്വലി ഈ പാമ്പുകളോടുള്ള ഭയം കാരണം അവയെ ആരാധിക്കുക എന്നത് മാത്രമല്ല, അവയെ കൺസർവ് ചെയ്യുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു സംഗതി അവരെ ആരാധിച്ചുകൊണ്ട് അവർക്കൊരു ദൈവിക പരിവേഷം കൊടുക്കുക എന്നുള്ള രീതിയാണ്. അപ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ അവരെ നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
അല്ലെങ്കിൽ ഒരു ബഹുമാനത്തോടുകൂടിയും പരിഗണനയോടെയും അവരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൺസർവേഷന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗം എന്നുള്ള രീതിയിലും കൂടിയാണത്. ഈ കേരളത്തിലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഏതെങ്കിലും സ്പീഷീസ് ഇത് പാമ്പുകളുടെ ഏതെങ്കിലും ഇത് വർഗം അഫക്റ്റഡ് ആയിട്ടുണ്ടോ? ക്ലൈമറ്റ് ചേഞ്ചിൻ്റെതായിട്ടുള്ള ഞാനീ പറഞ്ഞില്ലേ, ചില എക്സ്ട്രീം സിറ്റുവേഷൻസിൽ അതിൻ്റെ ഒരു പെരുമാറ്റ രീതിയിലൊക്കെ നമ്മൾ മാറ്റങ്ങൾ കാണുന്നുണ്ട്. പൊതുവിൽ അത്തരം സ്റ്റഡീസ് നമുക്ക് അത്തരം ഡാറ്റ നമ്മളില്ല, അത്തരം സ്റ്റഡീസ് നടത്തിയിട്ടില്ല. പോപ്പുലേഷനിൽ കുറവൊന്നും കണ്ടിട്ടില്ല, അങ്ങനെ കണ്ടെത്തിയിട്ടില്ല. നമ്മുടെയിലുള്ള ഒരു പോപ്പുലേഷൻ ഡാറ്റ എന്ന് പറയുന്നത് ഈ പാമ്പുകളെ സംബന്ധിച്ച് ഇപ്പം മറ്റ് വന്യജീവികളെ സംബന്ധിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പീരിയോഡിക്കലായിട്ട് നമ്മൾ ടൈഗർ മോണിറ്ററിങ് നമ്മൾ ചെയ്യാറുണ്ട്. ഈ കടുവകളുടെ എണ്ണം കണക്കാക്കുന്നതിന് ടൈഗർ എസ്റ്റിമേഷൻ, ആനകളുടെ എണ്ണം കണക്കാക്കുന്നതിന് എലഫന്റ് പോപ്പുലേഷൻ എസ്റ്റിമേഷനൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പൊതുവിൽ മറ്റ് ജീവികളുടെയൊക്കെ ഇരജീവികളുടെ സാന്നിധ്യം അതിനും എസ്റ്റിമേഷൻസ് നടത്താറുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് സൈറ്റിങ്ങും അങ്ങനെയുള്ള ഇൻഡയറക്റ്റ് എവിഡൻസസും ഒക്കെ കളക്ട് ചെയ്തിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ടൈഗറിനെ സംബന്ധിച്ച് 8 ഡേ പ്രോട്ടോകോൾ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഈ പാമ്പുകളുടെ ഒരു എസ്റ്റിമേഷൻ നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ബേഡ് സർവേ ഒക്കെ നടത്താനാണെങ്കിലും ഈ പക്ഷികളെ നിരീക്ഷിക്കാനും അതിൻ്റെ ആക്ടിവിറ്റീസ് അതിൻ്റെ ഒരു എണ്ണം കണക്കാക്കാനും ഒക്കെ എളുപ്പമാണ്. പാമ്പുകളെ സാധാരണ അത് നമ്മുടെ മുന്നിലേക്ക് വരാതെ ഒളിഞ്ഞു താമസിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു സെൻസസ് നടത്തുക, എസ്റ്റിമേഷൻ നടത്തുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. ഇന്ന സ്പീഷീസ് ഇന്ന ഏരിയയിലുണ്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള സർവേസ് നടത്താമെന്നുള്ളതല്ലാതെ അതിൻ്റെ ഒരു പോപ്പുലേഷൻ എസ്റ്റിമേഷൻ നടത്തുക എന്നുള്ളത് അത്ര പ്രായോഗികമല്ല. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു ഡാറ്റ എന്ന് പറഞ്ഞാൽ സർപ്പയിലെ റെസ്ക്യൂ ഡാറ്റ ആണ്. ഇത്ര ആൾക്കാർ ഇന്ന സ്പീഷീസിനെ കാണുന്നുണ്ട്, ഇന്ന സ്ഥലത്തുനിന്ന് ഇന്ന സ്പീഷീസിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു വളരെ കറക്റ്റ് ആകണമെന്നില്ല. കാരണം ഇപ്പം ജനവാസ മേഖലകളിൽ അങ്ങനെ കാണാത്ത ഒരുപാട് സ്പീഷീസ് ഉണ്ട്, ഉൾവനങ്ങളിൽ മാത്രം കാണുന്ന സ്പീഷീസ്. അതിൻ്റെ ഒന്നും കണക്കുകൾ നമുക്ക് കിട്ടത്തതുമില്ല. അപ്പോൾ എത്രത്തോളം അഫക്റ്റഡ് ആയിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരം സ്റ്റഡീസ് കൃത്യമായിട്ടില്ല, അത്തരം ഡാറ്റാസ് നമ്മുടെ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. എറണാകുളത്ത് അടുത്തൊരു മന എന്തോ ഇല്ലേ, ഫേമസ് ആയിട്ടല്ലേ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അവിടുത്തെ ഒരു പോയിട്ടില്ല. അവിടെ പാമ്പുകളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. ഉണ്ട്. അവിടെയൊക്കെ പ്രത്യേക തരം പാമ്പുകൾ ഉണ്ടാവും? അല്ല, സാധാരണ നാട്ടിൻ പ്രദേശത്തൊക്കെ കാണുന്ന പാമ്പുകളൊക്കെ തന്നെയാണ്. മൂർഖൻ ഉൾപ്പെടെയുള്ള പാമ്പുകളൊക്കെ നാട്ടിൻ പ്രദേശങ്ങളിൽ ആൾതാമസമുള്ള സ്ഥലങ്ങളിലൊക്കെ ജനവാസ മേഖലകളിൽ കാണുന്ന പാമ്പുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് അവർക്കൊന്നും ഒരു അപകടങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്, ഉണ്ടായിട്ടില്ല. അത് ബേസിക്കലി പണ്ട് മുതലേ ഇപ്പോൾ നമ്മുടെ പൂർവികരായിട്ടുള്ള മനുഷ്യരൊക്കെ ഉൾവനങ്ങളിൽ താമസിച്ചത് വളരെ നല്ല രീതിയിൽ കോഎക്സിസ്റ്റൻസിന്റെ പാഠങ്ങൾ അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അവിടെ ആനയും പുലിയും കടുവയും കരടിയും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഏറ്റവും വീക്കായിട്ട് ജനിക്കുന്ന ഒരു കുഞ്ഞ് മനുഷ്യൻ്റെ കുഞ്ഞാണ്. സാധാരണ നമ്മുടെ വീട്ടിലെ ആട്, പശു അങ്ങനെയുള്ള ജീവികളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ഓടി നടക്കുന്നതൊക്കെ കാണാം. മനുഷ്യക്കുഞ്ഞ് ഓടി നടക്കാനാണെങ്കിൽ ഒരു 2 വയസ്സൊക്കെ പ്രായമാകേണ്ടി വരും. മറ്റ് പൂച്ചക്കുഞ്ഞും പട്ടിക്കുഞ്ഞും ഒക്കെ ആണെങ്കിൽ പോലും അമ്മയുടെ പാല് കുടിക്കാൻ അതിന് ആരുടെയും സഹായം വേണ്ട. അമ്മ അടുത്തുനിന്ന് കിടന്നു കഴിഞ്ഞാൽ വന്ന് പാല് കുടിക്കുകയൊക്കെ ചെയ്യും. മനുഷ്യക്കുഞ്ഞിന് അതും പറ്റത്തില്ല. അമ്മ എടുത്ത് പാല് കൊടുത്ത് വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും വീക്കാണ്, വളരെ വീക്കാണ്. അപ്പോൾ അത്തരം കുഞ്ഞുങ്ങളെ ഈ അമ്മമാരും ഒക്കെ വളർത്തിക്കൊണ്ട് വന്നതെല്ലാം ഈ ജീവികളെല്ലാം ഉള്ള ഉൾവനങ്ങളിലൊക്കെ തന്നെയായിരുന്നു. ഇതുപോലത്തെ വീടും ഒന്നും ഒരു 1000 വർഷമോ അല്ലെങ്കിൽ 5000 വർഷമോ ഉള്ള ചുറ്റുപാടുകളിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ആ ഒരു കോ എക്സിസ്റ്റൻസിന്റെ പാഠങ്ങൾ അവർക്ക് നന്നായിട്ട് അറിയുമായിരുന്നു. വിഷജീവികൾ, ചെറുതും വലുതുമായിട്ടുള്ള വിഷജീവികൾ, രാത്രി ഇരതയിടുന്ന ജീവികൾ, പകലിടുന്ന ജീവികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ഒരാൾ ട്രക്കിങ്ങിന് പോയിട്ട് വനത്തിനകത്ത് വഴിതെറ്റി 2 ദിവസം വനത്തിനകത്ത് സുരക്ഷിതമായി കഴിഞ്ഞുകൂടി എന്നിട്ട് 3-ാമത്തെ ദിവസം പുറത്തു വന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. പക്ഷേ നമ്മുടെ പൂർവികരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ച ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഒരു കോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് തന്നെയാണ് നമുക്ക് ആരോഗ്യകരമായിട്ടുള്ളൊരു സംഗതി. അതില്ലാതെ നമുക്കൊരു സർവൈവൽ അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് തന്നെ ഇല്ല. കോ എക്സിസ്റ്റൻസ് ആണ് ആക്ച്വലി എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതില്ലാതെ നമുക്ക് മാത്രമായിട്ടൊരു നിലനിൽപ്പ് എന്നുള്ളൊരു സംഗതി ഇല്ല. അത് ഈ നമ്മൾ ഇതുപോലെ ഈ പാമ്പിനെ പേടി, നമ്മൾ കോ എക്സിസ്റ്റൻസ് ഒക്കെ പറയുമ്പോഴും പാമ്പിന്റെ ഒരു ഫോട്ടോ കാണാൻ പോലും ധൈര്യമില്ലാത്ത പലരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു അകാരണമായ പേടിയാണ്. അതിനെ നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? അതായത് പ്രൈമേറ്റ്സിന് ബേസിക്കലി പാമ്പുകളെ പേടിയാണ് എന്നുള്ളൊരു പഠനമുണ്ട്. അത് നമ്മളിപ്പം
മുത്തശ്ശി കഥകൾ കേട്ടിട്ടോ അല്ലെങ്കിൽ പാമ്പിൻ്റെ വിഷത്തെ പറ്റിയുള്ള ഒരു ഭയം കൊണ്ടോ തിരിച്ചറിവ് കൊണ്ടോ ഒന്നും ഉണ്ടാകുന്നതൊന്നുമല്ല. അല്ലെങ്കിൽ ഈ പാമ്പുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും പേടിപ്പെടുത്തുന്ന കഥകളോടുകൂടി ചേർന്നിട്ടാണ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ കേൾക്കാറുള്ളത്. അത്തരം മുത്തശ്ശി കഥകൾ കേട്ടിട്ടോ ഒന്നും ആകണമെന്നില്ല, അല്ലെങ്കിൽ അല്ല. ജന്മനാ തന്നെ പ്രൈമേറ്റ്സിന് പാമ്പുകളെ പേടിയാണ്. അത് കുരങ്ങവർഗത്തിൽപ്പെട്ട ജീവികൾക്കെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ട് പേടി ഉണ്ടാകുന്നതല്ല. ആക്ച്വലി നമ്മൾ അറിയാതെ തന്നെ ഒരു കുഞ്ഞിന് പാമ്പിനെ പറ്റി അറിയത്തില്ലെങ്കിൽ പോലും അത് വളർന്ന് ഒരു 10-15 വയസ്സൊക്കെ ആകുമ്പോഴേക്കും പെട്ടെന്നൊരു ദിവസം പാമ്പിനെ കണ്ടാലും അതിൻ്റെ മനസ്സിൽ അതിനോടൊരു പേടി ഉണ്ടാവും. അത്തരത്തിലുണ്ടാകുന്ന ഒരു ഭയമാണ് പാമ്പുകളോട് പൊതുവിൽ മനുഷ്യനുണ്ടാകുന്നത്. പിന്നെ തീരെ പാമ്പുകളെ പേടിയില്ലാത്ത ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ്. പേടിയും അറപ്പും എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു വികാരമാണ് പാമ്പെന്ന് പറയുമ്പോൾ. അതിന് ഒരു തരത്തിലൊരു പ്രൊട്ടക്ഷൻ കൂടിയാണ്. പാമ്പുകളെ നമ്മൾ അനാവശ്യമായിട്ട് അതിനെ നമുക്ക് ഭയമില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ സർവൈവലിന് അതൊരു വെല്ലുവിളി ആയേക്കാം. ഇപ്പൊ നമുക്ക് അതായത് ഈ എന്താണ് സ്പിറ്റിംഗ് കോബ്രയുടെ ഈ വിഷം ചീറ്റുന്ന കോബ്ര അതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നു എന്നൊക്കെയുള്ള സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്ന ആഫ്രിക്കൻ കോണ്ടിനെന്റിലൊക്കെയാണ് സ്പിറ്റിംഗ് കോബ്രയുടെ സാന്നിധ്യമുള്ളത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്പീഷീസ് കൂടുതലുള്ളത്. അതുള്ള സ്ഥലങ്ങളിൽ ഈ ആൾക്കുരങ്ങുകളുണ്ട്. ആൾക്കുരങ്ങുകൾക്ക് പാമ്പുകളെ പേടിയില്ല, മറ്റ് ജീവികൾക്കൊക്കെ പാമ്പുകളെ പേടിയാണ്. അപ്പോൾ ഈ ആൾക്കുരങ്ങുകൾ ഇതിനെ കൈകൊണ്ട് പിടികൂടാനും ഉപദ്രവിക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴേക്കും ഒരു ദൂരത്ത് നിന്ന് തന്നെ ഇതിൻ്റെ ദേഹത്തേക്ക്, അപ്പോൾ കടിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടത്തില്ല. കടിച്ച് വിഷമേൽപ്പിക്കുന്നതിന് മുന്നേ തന്നെ ഇത് അതിനെ പിടിക്കുന്നു, കൊല്ലുന്നു, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു. അത്തരം ഒരു സാഹചര്യം വന്നപ്പോഴേക്കും വിഷം ചീറ്റി അതിൻ്റെ കണ്ണിലേക്ക് തെറിപ്പിച്ചിട്ട് അതിനെ ഓടിക്കുക, സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്തുക. അത്തരം സാഹചര്യത്തിലാണ് ഈ സ്പിറ്റിംഗ് കോബ്രാസിന്റെ ഈ വെനം സ്പിറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള നിരീക്ഷണങ്ങളും പഠനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അത്തരം എന്താണ് ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും എന്താണ് അവയുടെ ഒരു സർവൈവലിന് വേണ്ടിയിട്ടും അവയുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും പല സ്ഥലങ്ങളിൽ പല രീതിയിൽ പല സ്പീഷീസുകളായിട്ട് ഇവോൾവ് ചെയ്ത് വന്നതായിരിക്കാം. അപ്പോൾ ആ ഒരു ഭയവും അവയുടെ സേഫ്റ്റിക്ക് എന്താണ് സഹായിക്കുന്നുണ്ട്. ഭയമില്ലാത്ത ഏതെങ്കിലും അതിനെ ഉപദ്രവിക്കാൻ സാധ്യതയുള്ള ഒരു ജീവിവർഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പം ഇല്ലായ്മ ചെയ്യാനുള്ള ഇത്തരത്തിൽ ആൾക്കുരങ്ങുകൾ പാമ്പുകളെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അതിനെതിരെയുള്ള ഒരു പ്രതിരോധം ക്രമേണ ഡെവലപ്പ് ചെയ്ത് വന്നു എന്നുള്ള രീതിയിൽ. അപ്പം ഭയം മറ്റ് ജീവികളിൽ ഉണ്ടാകുന്നത് അവയ്ക്കൊരു പ്രതിരോധവും അവയുടെ നമ്മളെ സംബന്ധിച്ചത് വളരെ മോശം കാര്യമാണല്ലോ. ഈ ഒരു ഫോബിയ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഫോബിയ എന്നുള്ളത് അത് നമുക്ക് പാമ്പുകളോട് ഒരുപാട് എന്താണ് പരിഗണനയും കരുണയും ഒക്കെ തോന്നാനുള്ള ഒരുപാട് ഘടകങ്ങൾ പാമ്പുകൾക്കുണ്ട്. അത് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ആ ഒരു സെൻസിൽ മനസ്സിലാവണമെന്നില്ല. അതായത് ഒരു മനുഷ്യൻ നമ്മളിപ്പം ഒരു ബസ്സിൽ കയറിയപ്പോഴേക്കും വികലാംഗരുടെ സീറ്റുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വികലാംഗരെന്നോ ഇപ്പം അങ്ങനെ പറയത്തില്ല, അംഗപരിമിതരെന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് പറയും. അപ്പം അത്തരം വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിൽ ഒരു കൈയില്ലാത്ത ഒരാളെ കണ്ടു, നമ്മളൊരു സീറ്റിലിരിക്കുകയാണ്, അത് അംഗപരിമിതരുടെ സീറ്റ് അല്ലെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കും. 2 കൈയും ഇല്ലാത്ത ആളാണെങ്കിൽ നമുക്ക് അയാളോട് ഒരു കരുണയും പരിഗണനയും കൂടുതലായിരിക്കും. 2 കൈയും 2 കാലും ഇല്ലാത്ത ആളാണെങ്കിൽ അയാളോട് ഒരു വല്ലാത്ത ഒരു എന്താണ് സിമ്പതി നമുക്ക് മനസ്സിൽ തോന്നും. പാമ്പുകൾക്ക് 2 കൈയും 2 കാലും ഇല്ല. മീൻസ് നമ്മളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൈകാലുകളില്ലാത്ത ജീവികളാണ്. നമ്മൾ ഇഴഞ്ഞ് സഞ്ചരിക്കാറുണ്ട്. എപ്പോഴാണ് നമ്മൾ വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മുടെ സഞ്ചാരം ആരംഭിക്കുന്നത് ഇഴഞ്ഞിട്ടാണ്. ആദ്യത്തെ ഒരു 8 മാസത്തോളം നമ്മൾ സഞ്ചാരമേ ഇല്ല, പിന്നെ മുട്ടിൽ അല്ലെങ്കിൽ ഇഴഞ്ഞ്, പിന്നെ മുട്ടിലിഴഞ്ഞൊക്കെ സഞ്ചരിക്കും. പിന്നെ ഒത്തിരി പ്രായമാവുമ്പോഴേക്കും തീരെ ബലഹീനനാവുന്ന സമയത്ത് നമ്മൾ ചിലപ്പം ഇപ്പം വീട്ടിലൊറ്റയ്ക്ക് ചിലപ്പോൾ വെള്ളം ഇച്ചിരി മാറ്റിയൊക്കെ വെച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ വെള്ളം കുടിക്കണം, നടക്കാനും എഴുന്നേക്കാനും ഒന്നും വയ്യെങ്കിൽ ഇഴഞ്ഞു പോയൊക്കെ എടുത്ത് കുടിക്കണം. അല്ലെങ്കിൽ യുദ്ധത്തിൽ മാരകമായി പരിക്കേറ്റ പടയാളികളൊക്കെ ഇങ്ങനെ ഇഴഞ്ഞുന്നതൊക്കെ നമ്മൾ TV യിലൊക്കെ കാണാറുണ്ട്. ഏറ്റവും നമ്മുടെ ബലഹീനനായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇഴയുന്നത്. പാമ്പുകൾ ജനിച്ച അന്ന് മുതൽ അതിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഇഴഞ്ഞാണ് സഞ്ചരിക്കുക. അങ്ങനൊരു സംഗതിയുണ്ട്. നമ്മൾ പലതരത്തിലുള്ള ടേസ്റ്റുള്ള ഭക്ഷണമൊക്കെ ആസ്വദിക്കുന്നു, മധുരവും അതുപോലെ എരിവും പുളിയും ഒക്കെ പലതരം ഭക്ഷണം, അതിൻ്റെ രുചി ആസ്വദിക്കുന്നു. കടുവയും പുലിയും ഒക്കെ ആയാൽ പോലും മറ്റ് സസ്യാഹാരികളൊക്കെ ആയാൽ പോലും അതിൻ്റെ ഫുഡിൻ്റെയൊക്കെ ടേസ്റ്റ് അതിന് ഒരു പരിധി വരെ മനസ്സിലാവുന്നുണ്ട്. പാമ്പുകൾ എല്ലാം ഈ ഇര പിടിക്കുന്ന ജീവികളാണ്.
കാർണിവോർസ് ആണ്. അത് പിടിക്കുന്ന ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഇരജീവിയെ അത് ഫുള്ളായിട്ട് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ചവച്ച് കഴിക്കാനോ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും അതിനില്ല. പൂർണ്ണമായിട്ട് വിഴുങ്ങുക, ടേസ്റ്റ് മനസ്സിലാക്കാതെ വിഴുങ്ങുക, അതായത് ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു സംവിധാനമാണ് അതിന് ഉള്ളത്. ചെവി കേൾക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ കണ്ണിന് കാഴ്ച വളരെ കുറവാണ്. ഇത്തരം പരിമിതികൾ പാമ്പുകൾക്ക് ഒരുപാടുണ്ട്. ചെവിയില്ല, സംഗീതമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദമൊന്നും ആസ്വദിക്കാൻ പറ്റില്ല, ശബ്ദമില്ല, ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ മിണ്ടാപ്രാണികളെന്നൊക്കെ വിളിക്കാറുണ്ട്. ഇപ്പം പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ പശു, അതുപോലെ എരുമ, ആട് ഒക്കെ ഉണ്ട്. അപ്പം വീട്ടിൽ ഫാദറൊക്കെ പറയും അത് മിണ്ടാപ്രാണിയാണ്, അത് ചിലപ്പം വൈകുന്നേരം ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതിന് നമ്മൾ തീറ്റ കൊടുത്തില്ല, അല്ലെങ്കിൽ പശുവിന് പുല്ല് കൊണ്ടു കൊടുക്കുക, അല്ലെങ്കിൽ അതിന് പിണ്ണാക്ക് കൊടുക്കുക, അതൊക്കെ ഞങ്ങൾ കുട്ടികളുടെ ജോലിയാണ്. അപ്പോൾ അതിന് കൊടുത്തില്ലേ, അതിന് മിണ്ടാപ്രാണിയായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്, അതിനെ കരയിക്കരുത് എന്ന് പറയും. അതിന് ആക്ച്വലി പശുവും ആടും ഒക്കെ അത് ശബ്ദമുള്ള പ്രാണികളാണ്. അതിന് വേദനിച്ചാലും അത് കരയും, അല്ലെങ്കിൽ അതിന് വിശന്നാലും അതിന് കരയും. പക്ഷെ ഒരു പാമ്പ് അതിനെ ഒരു 4-5 പേര് ചേർന്ന് വളഞ്ഞിട്ട് തല്ലിക്കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന് ഈ എല്ല് നുറുങ്ങുന്ന വേദനയായാൽ പോലും അതിനൊന്ന് കരയാൻ പറ്റുമോ? അതിന് ശബ്ദമില്ല, അതിന് കരയാൻ പറ്റില്ല. ആക്ച്വൽ മിണ്ടാപ്രാണി എന്ന് പറഞ്ഞാൽ പാമ്പാണ്. നമ്മുടെ തലയ്ക്ക് ഒരാൾ വടിയെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈ ഉള്ളതുകൊണ്ട് നമുക്കത് തടയാൻ പറ്റും. പക്ഷേ ഈ പാമ്പിന് കൈയും കാലും ഇല്ലാത്തത് കൊണ്ട് തടയാൻ പറ്റില്ല, തലയ്ക്കുള്ള അടി കൊള്ളാനേ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പരിമിതികളോടുകൂടി ജീവിക്കുന്ന, നമുക്കുള്ള പലതും ഇല്ലാത്ത ഒരു കാറ്റഗറിയാണ് പാമ്പുകൾ എന്ന് പറയുന്നത്. അതേസമയം അത് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി അത് എൻഷുർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പരിസരത്തുള്ള എലികളുടെ എണ്ണം നിയന്ത്രിക്കുക. ഇപ്പോൾ കാട്ടുപന്നികളുടെ എണ്ണം നിയന്ത്രിക്കുന്നതും മലമ്പാമ്പിനെ പോലുള്ള പാമ്പുകളാണ്. ഏറ്റവും എഫക്റ്റീവായിട്ട് കാട്ടുപന്നി കുഞ്ഞുങ്ങൾ 10-15 കുഞ്ഞുങ്ങളുണ്ടാവും. അത് ജനിക്കുന്ന സമയത്ത് അത് ഒളിഞ്ഞിരിക്കുന്ന ബറോസിനകത്തും കുറ്റിക്കാടുകൾക്കകത്തും പ്രവേശിച്ചിട്ട് ആ കുഞ്ഞുങ്ങൾ ഒന്നിനെയല്ല, ഒരു 10-15 കുഞ്ഞുങ്ങളെ ഒരേ സമയം പിടികൂടി ഭക്ഷിക്കാൻ കഴിവുള്ള ജീവിയാണ് മലമ്പാമ്പെന്ന് പറയുന്നത്. തിരിച്ചും വലിയ കാട്ടുപന്നി മലമ്പാമ്പിനെയും പിടികൂടി കഴിക്കും. അപ്പം ഇത്തരം ജീവികളുടെയൊക്കെ എണ്ണം വളരെ ആരോഗ്യകരമായി നിയന്ത്രിച്ച് നമുക്ക് വേണ്ടി ഒരുപാട് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാറ്റഗറിയാണ് പാമ്പുകളെന്ന് പറയുന്നത്. നമുക്ക് അവയോടൊരു ഭയമുള്ളത് നമ്മൾ അനാവശ്യ സ്വാതന്ത്ര്യം കാണിക്കാതിരിക്കാൻ വേണ്ടിയും അവയുടെ ഒരു നിലനിൽപ്പ് കൂടുതൽ സാധ്യമാക്കുന്നതിന് വേണ്ടിയും മെച്ചപ്പെട്ടതാക്കുന്നതിനും വേണ്ടിയും പ്രകൃതിയാൽ നമുക്കുള്ളൊരു ഭയമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഭൂമിയുടെ അവകാശികൾ ആക്ച്വലി മനുഷ്യൻ ഭൂമിയിലേക്ക് പരിണമിച്ചുണ്ടായത് ഏകദേശം 3 മുതൽ 4 ലക്ഷം വർഷം മുമ്പാണ്. ആ സമയത്ത് അതിനുശേഷം വന്ന അതിഥികളല്ല പാമ്പുകൾ ഏകദേശം ക്രട്ടേഷ്യസ് ഏജ് 145 ദശലക്ഷം വർഷം, അതായത് 1450 ലക്ഷം വർഷം മുമ്പ് തന്നെ ഈ പാമ്പുകളൊക്കെ ഭൂമിയിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 ലക്ഷം വർഷം മുമ്പ് മാത്രം ഭൂമിയിലേക്ക് വന്ന നമ്മൾ അവയെ അപേക്ഷിച്ച് എത്രയോ ജൂനിയറാണ്. അവ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പുതുതായിട്ട് വരികയും അവയെല്ലാം ആട്ടി ഓടിച്ചിട്ട് നമ്മുടെ ഒരു അധികാരം അവിടെ സ്ഥാപിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഒത്തിരി ജൂനിയറാണ്. പാമ്പ് കടിയേറ്റ് മരിച്ചു കഴിഞ്ഞാൽ വനംവകുപ്പിന് നഷ്ടപരിഹാരം കിട്ടും. അതായത് വന്യജീവികൾ മൂലമുള്ള അപകടങ്ങളിൽ പരിക്കേൽക്കുകയോ മരണം സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വനം വകുപ്പ് നഷ്ടപരിഹാരം എന്നുള്ള നിലയിലല്ല, മനുഷ്യജീവന് ഇനി എത്ര വലിയ തുക കൊടുത്താലും അത് നഷ്ടപരിഹാരം ആകത്തില്ല. ആ ഒരു തിരിച്ചറിവിൽ നമ്മളതിനെ സമാശ്വാസ ധനസഹായം എന്നുള്ള വാക്ക്, എക്സ്ഗ്രേഷ്യ എന്നുള്ള വാക്കാണ് അതിന് ഉപയോഗിക്കുക. 14 ലക്ഷം രൂപയാണ് വന്യജീവികളുടെ ആക്രമണത്തിൽ മരണപ്പെട്ട ആൾക്കാർക്ക് എക്സ്ഗ്രേഷ്യ ആയിട്ട് കൊടുക്കുന്നത്. അത് വനത്തിന് പുറത്ത് വെച്ച് പാമ്പ് കടിയേറ്റ് മരണപ്പെട്ട കേസാണെന്നുണ്ടെങ്കിൽ 4 ലക്ഷം രൂപയാണ് എക്സ്ഗ്രേഷ്യ കൊടുക്കുന്നത്. വനത്തിനകത്ത് വെച്ച് പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു, അത് നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വനത്തിലേക്ക് പോയ ആളാണെന്നുണ്ടെങ്കിൽ ഈ 14 ലക്ഷം രൂപയും അദ്ദേഹത്തിന് ഇതായിട്ട് കിട്ടും. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ കൊടുക്കുന്നത്, അതോ സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണോ? സ്റ്റേറ്റ് ഗവൺമെന്റാണ് കൊടുക്കുന്നത്. ബാക്കി സ്റ്റേറ്റ്സിലുണ്ടോ ഇതുപോലത്തെ സ്കീം? എല്ലാ സ്റ്റേറ്റ്സിലും ഇല്ല, പല സ്റ്റേറ്റ്സിലും ഉണ്ട്. ഈ പാമ്പ് കടിക്ക് എക്സ്ഗ്രേഷ്യ കൊടുക്കുന്നത് എല്ലാ സ്റ്റേറ്റ്സിലും ഒന്നുമില്ല, വളരെ ചുരുക്കം സ്റ്റേറ്റ്സിലേ ഉള്ളൂ. കേരളത്തിൽ അത് പാമ്പുകളൊക്കെ വന്യജീവികളായതുകൊണ്ട് തന്നെ നേരത്തെ മുതലേ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾക്കും ചികിത്സാ ധനസഹായമുണ്ട്. മരണത്തിനുള്ള എക്സ്ഗ്രേഷ്യ മാത്രമല്ല, പാമ്പ് കടിയേറ്റു ചികിത്സ വേണ്ടി വന്നു, ആ ചികിത്സ നടത്തിയ മെഡിക്കൽ ഓഫീസർ ആ ബില്ലുകളൊക്കെ സർട്ടിഫൈ ചെയ്ത് ആ ബില്ലുകൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വനംവകുപ്പിന് അത് ഓൺലൈനായിട്ട് ഈ പോർട്ടൽ ഡിസ്ട്രിക്ട് പോർട്ടലിലൂടെ അപേക്ഷിക്കാം. അക്ഷയ സെന്റേഴ്സ് വഴി അപേക്ഷിക്കാം.
അപ്പോൾ ആ ബില്ലുകൾ സഹിതം അപേക്ഷിച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട് സ്ട്രൈറ്റ് അവേ റീഇംബേഴ്സ് ചെയ്യും. ഇനി ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ ഈ 1 ലക്ഷം എന്നുള്ള പരിധിയില്ല. ആക്ച്വൽ എത്ര എക്സ്പെൻഡിച്ചർ വന്നോ അത്രയും തന്നെ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും. നമ്മൾ ഈ പാമ്പാട്ടികൾ പാമ്പിനെ കൊണ്ട് ഡാൻസ് ചെയ്യിക്കുന്ന കാണാറുണ്ട്. വിരുദ്ധമാണ്. പക്ഷെ എങ്ങനെയാണ് അതെങ്ങനെ ചെയ്യിക്കുന്നത്? മൂവ്മെന്റ് എങ്ങനെയാണ്? മൂർഖൻ പാമ്പിനെ കൊണ്ട് മാത്രമേ അങ്ങനെ ചെയ്യിക്കാൻ പറ്റുള്ളൂ, അണലിയെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല. കാരണം ഈ പാമ്പുകൾ പരിസരവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രധാനമായും 4 രീതിയിലാണ്. ഒന്ന് കാഴ്ചയിലൂടെ അത് പരിസരത്തുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കാര്യങ്ങൾ അത് മനസ്സിലാക്കും. 2, അതിന് പാമ്പുകൾക്ക് കേൾവിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേപ്സിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ അതിൻ്റെ കീഴ്ത്താടിയിൽ ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് നിലത്തുനിന്നുള്ള വൈബ്രേഷൻസ് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിലത്തെ വൈബ്രേഷൻസ് അതിന് സെൻസ് ചെയ്യാൻ പറ്റും. നിലത്ത് കിടക്കുമ്പോഴാണ് അതിന് അത്തരത്തിൽ ആ വൈബ്രേഷൻസ് സെൻസ് ചെയ്യാൻ പറ്റുക. തല നിലത്തുനിന്ന് പൊക്കിക്കഴിഞ്ഞാൽ ആ കണക്ഷൻ പോയി. പിന്നെ അത് ചുറ്റുമുള്ള വസ്തുക്കളുടെ ചലനത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടി വരും. അത് മൂർഖൻ പാമ്പിനെ സംബന്ധിച്ച് ആ ഒരു കഴിവേ ഉള്ളൂ. ചില പാമ്പുകൾക്ക് തെർമൽ വേരിയേഷൻസ് സെൻസ് ചെയ്യാൻ പറ്റും. അണലി വർഗത്തിൽപ്പെട്ട ചില പാമ്പുകൾക്ക് അത് പിറ്റ് വൈപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തെർമൽ സെൻസിങ് പിറ്റ് ഓർഗൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ പിറ്റ് വൈപ്പേഴ്സ് എന്ന് പറയുന്നത്. മറ്റ് പിറ്റ് ഓർഗൻസ് ഇല്ലാത്ത അണലികളും തെർമൽ വേരിയേഷൻസ് സെൻസ് ചെയ്യാൻ പറ്റും. പിന്നെ നാവ് പുറത്തേക്കിട്ട് ഫ്ലിക്ക് ചെയ്യുന്നതിലൂടെ പരിസരത്തുള്ള ഇരജീവികളുടെയും മറ്റുമൊക്കെ സാന്നിധ്യം അതിനെ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ പ്രധാനമായും 4 രീതിയിലാണ് പാമ്പുകൾ പരിസരവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിൽ മൂർഖൻ പാമ്പിന് തെർമൽ വേരിയേഷൻസ് സെൻസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് നിലത്ത് കിടക്കുമ്പോഴേക്കും നിലത്തെ പ്രകമ്പനങ്ങൾ അതിന് മനസ്സിലാവും. പക്ഷേ തല പൊക്കിക്കഴിഞ്ഞാൽ നിലത്തെ പ്രകമ്പനങ്ങളും മനസ്സിലാവത്തില്ല. അത് പിന്നെ അത് ചുറ്റുമുള്ള വസ്തുക്കളുടെ ചലനങ്ങളിലേക്ക് മാത്രം അത് ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് മൂർഖൻ പാമ്പ് പത്തിയെടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ ഒരു മകുടി ഇങ്ങനെ ആട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മകുടിയുടെ ചലനത്തിനനുസരിച്ച് മൂർഖൻ പാമ്പ് ഇങ്ങനെ ആടുന്നതാണ് നമ്മൾ കാണുന്നത്. ശബ്ദമൊന്നും ഉണ്ടാക്കാതെ മകുടി മൂർഖൻ്റെ മുന്നിൽ ഇങ്ങനെ ആട്ടിയാലും മൂർഖൻ എന്ത് ചെയ്യും? അതിനനുസരിച്ച് ഇങ്ങനെ ഡാൻസ് ചെയ്യും. ഡാൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് അലേർട്ട് ആവുന്നതാണ്, അല്ലാതെ ഡാൻസിങ് അല്ലത്. ശബ്ദം ഉണ്ടാക്കി, അതായത് മകുടിയിൽ സംഗീതം വരുന്നുണ്ട്, പക്ഷെ മകുടി ആട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ മൂർഖൻ ആടത്തില്ല. ഇനി അണലിക്ക് തെർമൽ സെൻസിങ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അണലിയുടെ മുന്നിൽ എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ ആട്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അണലി അതിലേക്ക് ശ്രദ്ധിക്കത്തുമില്ല. അപ്പോൾ അണലിയെ ഒരിക്കലും പാമ്പാട്ടികൾ കൊണ്ടുപോയി ഇങ്ങനെ മകുടി ഊതി ഡാൻസ് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ കാണാറില്ല. അതിൻ്റെ കാരണം ഇതാണ്. അണലിക്ക് തെർമൽ വേരിയേഷൻസ് സെൻസ് ചെയ്യാൻ അറിയാം. അതുകൊണ്ട് തല നിലത്തുനിന്ന് ഉയർത്തിയാൽ പോലും അത് കാഴ്ചയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം അണലിക്കില്ല. നമ്മുടെ ഈ തിരുവനന്തപുരം ഭാഗത്തൊക്കെ എവിടെ പാമ്പിനെ കണ്ടാലും ആൾക്കാർ ആദ്യം വിളിക്കുന്നത് വാവാ സുരേഷിനെയാണ്. അതുപോലെ പലയിടത്തും ഇങ്ങനെ സെൽഫ് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ, ഈ സെൽഫ് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരും ഈ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും പിന്നെ ഈ വനം വകുപ്പ് ട്രെയിൻ ചെയ്ത ആൾക്കാരും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. 2 കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കില്ല. അങ്ങനെയില്ല. അതായത് ഇപ്പം വനം വകുപ്പ് 2020 ഈ സർപ്പ ആരംഭിക്കുന്നത് തന്നെ ആ സമയത്ത് നടന്ന ചില സംഭവങ്ങളുടെയും കൂടെ ബേസിലാണ്. ഒന്ന്, 2019 നവംബർ 22 ഷഹല ഷെറിൻ എന്ന കുട്ടിക്ക് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി സ്കൂളിനുള്ളിൽ വെച്ച് പാമ്പിൻ്റെ കടിയേറ്റു. ആ കുട്ടി മരിച്ചു. ഒരുപാട് വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരുള്ള ഒരു സ്കൂളിൽ അത്തരം ഒരു മെഡിക്കൽ എമർജൻസി അത് കുട്ടിക്ക് മരണത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലല്ലാതെ അത് കുട്ടിയുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിൽ അത് ഹാൻഡിൽ ചെയ്യാൻ ആർക്കും പറ്റിയില്ല. അപ്പോൾ ഒരു അവയർനെസ്സിൻ്റെ ഒരു പ്രശ്നം നമുക്ക് വളരെ സീരിയസ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അവയർനെസ് ക്രിയേഷന് വേണ്ടിയുള്ള നടപടികൾ നമ്മൾ ആരംഭിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഇത് വന്നത്. ഉത്തര മർഡർ കേസ് വന്നത്. അതായത് പാമ്പുകളെ ആൾക്കാർ പിടികൂടുന്നു, അനധികൃതമായി കൈവശം വയ്ക്കുന്നു. പാമ്പുകൾ വന്യജീവികളാണ്. എല്ലാ പാമ്പുകളും റീസെൻ്റ് 2020 മെയ് 6 അത് സംഭവിച്ചത്. ഷലാഷറിൻ്റെ 2019 നവംബർ 22 ഒരു 6 മാസത്തെ ഗ്യാപ്പേ ഉള്ളൂ ഈ 2 ഇൻസിഡൻറ്റും തമ്മിൽ. അപ്പോൾ പാമ്പുകളെ വനം വകുപ്പ് അറിയാതെ ഏത് വന്യജീവിയെയും പിടികൂടി കൈവശം വയ്ക്കാൻ പറ്റില്ല. അത് നിയമവിരുദ്ധമാണ്. പിടികൂടി കൈവശം വയ്ക്കൽ മാത്രമല്ല, ഈ ഉത്രയുടെ ഹസ്ബൻഡ് സൂരജ് വേറൊരാളിൻ്റെ നിന്ന് പാമ്പിനെ വാങ്ങിച്ചു കൊണ്ടുവന്നു, അതിനെ കൊലപാതകം നടത്താൻ വേണ്ടി ഉപയോഗിച്ചു. അതുപോലെ പല അറ്റംപ്റ്റ് നടത്തിയിട്ടാണ് സ്വന്തം ഭാര്യയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പാമ്പുകളെ പിടികൂടുന്ന ആൾക്കാർ അതിനെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് നമ്മളൊരു ഗൈഡ് ലൈൻ തയ്യാറാക്കി.
അത് കഴിഞ്ഞ് തൊട്ടടുത്താണ് ഈ സക്കീർ ഹുസൈൻ എന്നൊരാൾ പാമ്പിൻ്റെ കടിയേറ്റ് മരിച്ചത്. പാമ്പുകളെ പിടിക്കുന്ന ആളാണ്. അപ്പോൾ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ പാമ്പിനെ പ്രദർശിപ്പിച്ചിട്ട് അതിൻ്റെ കടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. വളരെ അപകടകരമായിട്ട് പാമ്പുകളെ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ അതിനും ഒരു അതിന് അത്തരം പ്രവണതകൾ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ സർപ്പ കൊണ്ടുവന്നത്. അപ്പോൾ സർപ്പ ആരംഭിച്ച സമയത്ത് നമ്മൾ പാമ്പുകളെ പിടികൂടുന്ന കേരളത്തിലുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ ബന്ധപ്പെട്ടു. ഫസ്റ്റ് ആദ്യഘട്ടമായിട്ട് നമ്മൾ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കാണ് പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാൻ ട്രെയിനിങ് കൊടുത്തത്. അതിന് ആ ട്രെയിനിങ് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്നതായിട്ട് കേരളത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളെല്ലാം ഇങ്ങനെ നമ്മളൊരു സംവിധാനം വരുന്നുണ്ട്, ഒരു ലൈസൻസ് സംവിധാനം അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ സംവിധാനം വരുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് അറിയിക്കുകയും ഇവരെല്ലാം ഈ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഈ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യാത്തവരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള അനുമതിയാണ്. ആ നിയമപരമായിട്ടുള്ള അനുമതി ഇല്ലാത്ത ആൾക്കാർ അതിൽ പറയുന്ന വന്യജീവികളെ പിടികൂടാൻ പാടില്ല. ഇപ്പോൾ ഒരു കടുവ നാട്ടിലേക്ക് ഇറങ്ങിയെന്ന് വെച്ചിട്ട് അതിനെ മയക്കുവെടി വയ്ക്കാനുള്ള ഉത്തരവിടാനുള്ള അധികാരം ചീഫ് വൈൽഡ് വാർഡന് മാത്രമേ ഉള്ളൂ. ആ അധികാരം ഉപയോഗിച്ചിട്ടാണ് പാമ്പുകളെ പിടികൂടുന്നതിനുള്ള സർട്ടിഫിക്കേഷൻ അദ്ദേഹം ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ അധികാരം അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഗൈഡ് ലൈൻ തയ്യാറാക്കിയത്. അപ്പോൾ അത് നാട്ടിലെ നിയമമാണ്. നാട്ടിലിപ്പോൾ വാഹനം ഓടിക്കണമെങ്കിൽ ലൈസൻസ് വേണോ എന്ന് പറയുന്നത്, എനിക്ക് പണ്ട് മുതലേ വാഹനം ഓടിക്കാൻ അറിയാം, എനിക്കിതൊന്നും ബാധകമല്ല എന്ന് പറയുന്നത് നിയമം അംഗീകരിക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരൻ്റെ ലക്ഷണമല്ല. നിയമം അനുസരിക്കാനും അംഗീകരിക്കാനും പാലിക്കാനും എല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പോൾ ഈ ഒരു 50 വർഷത്തോളമായി പാമ്പുകളെ പിടിക്കുമായിരുന്ന ആൾക്കാരും ആ സമയത്ത് വന്ന് ലൈസൻസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ചിലർ വളരെ അപൂർവം 1-2 പേര് മാത്രം ഈ ലൈസൻസ് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ, പക്ഷേ അവർ പിന്നെയും പാമ്പുകളെ പിടികൂടുന്നത് തുടരുകയും അവർ മുമ്പും പാമ്പുകളെ പിടിക്കുകയും വനം വകുപ്പിന് സഹായിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് കർശനമായിട്ടുള്ള നിയമ നടപടികളിലേക്കൊന്നും വനം വകുപ്പ് പലപ്പോഴും പോയിട്ടില്ല. പക്ഷേ ചില വളരെ അപകടകരമായിട്ടുള്ള ചില പ്രവണതകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതൊക്കെ മാത്രം അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈസൻസ് എടുത്തതിന് ശേഷവും വളരെ അപകടകരമായിട്ട് പാമ്പുകൾ കൈകാര്യം ചെയ്യൽ, അങ്ങനെ ഡേഞ്ചറസ് ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസ് ചിത്രീകരിച്ചിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുക, പാമ്പുകളെ പറ്റി തെറ്റായ ധാരണകൾ പ്രചരിപ്പിക്കുക, ഇങ്ങനെയുള്ളൊരു പ്രവണത ചിലർ കണ്ടിന്യൂ ചെയ്തപ്പോഴേക്കും അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്തിട്ടുമുണ്ട്. ഇനിയിപ്പോൾ സർപ്പയുടെ 2ാം ഘട്ടത്തിൽ ഇത്തരം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ നിയമ നടപടി ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ. ഈ വാവ സുരേഷിന് ലൈസൻസ് ഉണ്ടോ? ഇല്ല, എടുത്തിട്ടില്ല. സുരേഷ് ആദ്യഘട്ടത്തിൽ ഫോറസ്റ്റിലുള്ളവർക്ക് വരെ ട്രെയിനിങ് കൊടുത്തിട്ടുള്ളതാണ്. ഫോറസ്റ്റിലുള്ളവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതല്ല, ആളെ വിളിച്ചിട്ട് ഇവിടെ അരിപ്പയിലെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മുമ്പൊരു പരിപാടി നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പേ തന്നെ വനം വകുപ്പിൽ പാമ്പുകളെ പിടിക്കുന്നത്, അപ്പം ഞാൻ എൻ്റെ സർവീസിൽ ആരംഭം മുതൽ ഞാൻ വർക്ക് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഞാൻ തന്നെയാണ് പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്നത്. ഇനി വേറെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലൊക്കെ രാജവെമ്പാല കൂടുതൽ ഇറങ്ങുന്ന സമയത്തൊക്കെ ആ സമയത്ത് കൗമുദി ചാനലിനൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, സ്നേക് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ രാജവെമ്പാലയെ കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹം അവിടെ നാട്ടുകാർ ചിലരുമായിട്ടൊക്കെ ലൈസൻസ് ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തെ അറിയിക്കും. അപ്പോൾ ഇദ്ദേഹം ഉടനെ തന്നെ, നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും റെസ്ക്യൂർമാരുണ്ട്. ഞാൻ തട്ടേക്കാട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ 50 വർഷത്തിലധികമായിട്ട് പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന ഒരു സ്റ്റീഫൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ആൾ മരിച്ചും പോയി. ഒരു 65 വയസ്സൊക്കെ ആയപ്പോഴേക്കും ആൾ മരിച്ചുപോയി. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ പല സ്ഥലങ്ങളിലും ഉണ്ട് കേരളത്തിൽ. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഇദ്ദേഹം അവിടുത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുക, സാറേ നിങ്ങൾ പിടിക്കരുത്, ഞങ്ങൾ ടീമായിട്ട് വരുന്നുണ്ട്, നിങ്ങളവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തും. അപ്പോൾ എന്നിട്ട് അപ്പം അവർക്കും അതൊരു സന്തോഷമാണ്, കാരണം ടി വിയിലൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അവർ ആ കൂട്ടത്തിലൊക്കെ നിന്നിട്ട് അങ്ങനെ ഒരു പ്രവണത ഉണ്ടായിരുന്നു. വനം വകുപ്പിലെ പല ഉദ്യോഗസ്ഥരുമായിട്ടും അവരടുപ്പമൊക്കെ ഉള്ളത് കാരണം പലരും അങ്ങനെ ഇദ്ദേഹം ഇതുമായിട്ട് സഹകരിക്കാതെ വളരെ കടുത്ത വിമർശനങ്ങളൊക്കെ നടത്തിയിട്ട് മുന്നോട്ട് പോയപ്പോഴും ഈ സർപ്പ വോളണ്ടിയർമാരാണ് പാമ്പുകളെ കൊണ്ട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് തുറന്നു വിടുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള വളരെ ഗുരുതരമായ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ നടത്തിയപ്പോഴും ആൾക്കെതിരെ കർശനമായ നടപടികളൊന്നും സ്വീകരിക്കാതിരുന്നത് ഈ മുമ്പ് നടത്തിയ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ സംബന്ധിച്ച് അതൊക്കെ മുൻനിർത്തിയിട്ടാണ്. ആക്ച്വലി സർപ്പ വോളണ്ടിയർമാർ പിടിക്കുന്ന പാമ്പിനൊക്കെ കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്, ഡാറ്റ ഉണ്ട്. സർപ്പ ആപ്പിൽ എൻട്രി ചെയ്തിട്ടാണ് അതിനെ പിടിക്കുന്നത്. അതിനെ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഹാൻഡ് ഓവർ ചെയ്യാം, നിയറസ്റ്റ് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കോ RRTയിലേക്കോ ഹാൻഡ് ഓവർ ചെയ്യാം. അല്ലെങ്കിൽ നോൺ വെനമസ് ആണെങ്കിൽ അവർക്ക് ഇന്ന സ്ഥലത്ത് തുറന്നു വിടാൻ പറ്റും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ പാമ്പിനെ പിടിക്കുന്ന
വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. അത് അപകടകരമായ രീതിയിൽ പാമ്പിനെ പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ വാണിംഗ് കൊടുക്കുന്നുണ്ട്. അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ മേലിൽ ഇനി പാമ്പിനെ പിടിക്കണ്ട എന്നുള്ള രീതിയിലുള്ള ഡയറക്ഷൻസ് കൊടുക്കുന്നുണ്ട്. വൈറലാവാൻ വേണ്ടി, അതായത് വളരെ സേഫായിട്ട് പാമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ ആൾക്കാരത് അത്ര ഒരു ഇൻട്രസ്റ്റോടുകൂടി കാണുന്നില്ല, വ്യൂസൊക്കെ കുറവായിരിക്കും. പക്ഷേ ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ കാണും, റീച്ച് കൂടും. അതിനുവേണ്ടി അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ വാൺ ചെയ്യാറുണ്ട്. ചിലപ്പോൾ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഈ ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് വിലക്കാറുമുണ്ട്. ഇനി ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ സർട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്യാറുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരായാലും ലൈസൻസ് ഇല്ലാത്തവർക്ക് പാമ്പുകളെ പിടിക്കാൻ പറ്റില്ല. പാമ്പ് കടി ഏൽക്കുന്നതിൽ 75% നോൺ വെനമസ് ആണ്. അതെ 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 അതെ. അതാണ് ഈ പാരമ്പര്യ വൈദ്യന്മാരുടെ അല്ലെങ്കിൽ അത്തരത്തിൽ പച്ചമരുന്ന് ഒറ്റമൂലി ചികിത്സകരുടെയൊക്കെ അല്ലെങ്കിൽ ഈ മറ്റേ കറുത്ത കോഴിയും വിഷക്കല്ലും ഒക്കെ വെച്ച് ചികിത്സിക്കുന്നവരുടെയൊക്കെ ഒരു സാധ്യത അതാണ്. സിംറ്റംസ് ഓഫ് എൻവനമേഷൻ അവർക്ക് നന്നായിട്ട് അറിയാം. ഇവരുടെ മരുന്ന് ഫലപ്രദമല്ല എന്നും അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പം എൻവനമേഷൻ സിംറ്റംസ് എയ്തർ ഹീമോടോക്സിക്കോ ന്യൂറോടോക്സിക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ ചില പ്രയോഗങ്ങളുണ്ട്. അതായത് ഇപ്പം ഗുരുവിൻ്റെ അരുളപ്പാടുണ്ടായി, ഇങ്ങനെ ഒരാൾക്ക് പാമ്പ് കടിയേറ്റിട്ടുണ്ട്, ആൾ ഇത്ര പെട്ടെന്ന് ആളിവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു എന്നൊക്കെ പറയും. സിംറ്റംസ് ഓക്കെയാണ്, ആൾക്ക് വിഷബാധയുടെ ലക്ഷണങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആളെ വിളിച്ച് കിടത്തി അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി ആളെ സുഖപ്പെടുത്തി വിടും. സിംറ്റംസ് പോസിറ്റീവാണ് എന്ന് ഒരു സൂചന തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 15 മിനിറ്റ് കൂടെ എത്തേണ്ടായിരുന്നു, നിങ്ങൾ ലേറ്റായി, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറയും. അപ്പം ഇദ്ദേഹം ചികിത്സിച്ചിട്ടുള്ള 100 രോഗികളുണ്ടെങ്കിൽ 100 പേരും സേഫായിട്ട് രക്ഷപ്പെട്ടു. മറ്റേ ഒരു അപകട സാധ്യതയുള്ള രോഗിയെ അദ്ദേഹം ആദ്യം തന്നെ ബുദ്ധിപൂർവ്വം ഒഴിവാക്കുകയും ചെയ്തു. അപ്പം വളരെ ഭയങ്കര വൈദ്യനാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പേരായി എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അല്ലാതെ ആൻറ്റി സ്നേക്ക് വെനം ഉപയോഗിച്ച് വെനം ന്യൂട്രലൈസ് ചെയ്യുന്നതല്ലാതെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു തരത്തിലുള്ള ചികിത്സാ രീതികളും നമുക്ക് നിലവിലില്ല. നീർക്കോലിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുന്നൊരു ചൊല്ലുണ്ട്. എന്താ അതിന്റെ ശാസ്ത്രം എന്താണ്? അതായത് ചേരയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എല്ലായിടത്തും ഒരേ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു പാമ്പ് ചേരയാണ്. അപ്പം ബാക്കി മൂർഖം പാമ്പിന് ഉൾപ്പെടെ ഒരുപാട് പേരുണ്ട്, വെള്ളിക്കെട്ടൻ ഒരുപാട് പേരുണ്ട്, ഇതെല്ലാം ഉണ്ട്. ചേരയെ പണ്ട് മുതലേ നമുക്ക് എല്ലാവർക്കും അറിയാം, കർഷകരുടെ മിത്രമാണ്, നമുക്ക് ഏറ്റവും വലിയ ഉപകാരിയാണ്, ഇതൊക്കെ നമുക്കറിയാം. ചേര ഒഴികെ ബാക്കിയെല്ലാം മലയാളിക്ക് പാമ്പാണ്. ചേരയെ നമ്മൾ പാമ്പായിട്ട് കൂട്ടിയിട്ടുമില്ല. പാമ്പല്ലടാ അത് ചേരയാണെന്ന് വല്യമ്മച്ചിയൊക്കെ പറയും. അമ്മ പാമ്പെന്ന് പറയുമ്പോഴേക്കും പാമ്പല്ല അത് ചേരയാണ്. കാരണം ചേര വിഷമില്ലാത്തതാണ്, ചേര ഉപകാരിയാണ്, ബാക്കിയെല്ലാം പാമ്പാണ്. ബാക്കി എന്ത് കടിച്ചാലും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ പാമ്പ് കടിച്ചാൽ ആശുപത്രി പോകണമെന്ന് പറയുന്നവർ പോലും വിഷപ്പാമ്പിൻ്റെ കടിയേറ്റാൽ ആശുപത്രി പോകണമെന്ന് സ്പെസിഫിക് ആയിട്ട് പറയാറില്ല. കാരണം എല്ലാം പാമ്പാണ്, എല്ലാം അപകടകാരിയാണ് എന്നുള്ള രീതിയിലാണ്. ചേരയെ മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ നീർക്കോലി കടിച്ചാലോ? നീർക്കോലി വിഷമില്ലാത്തതല്ലേ? അത് അത്ര കണ്ട് മലയാളിക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്നുള്ളൊരു സംശയം. പിന്നെ നീർക്കോലി, ചെറിയ നീർക്കോലിയാണെങ്കിൽ പ്രശ്നമില്ല, അത് കുറച്ച് വലുതാവുമ്പോഴേക്കും പൊളവനായി മണ്ണെണ്ണലിയാവും, അതിന് ഭയങ്കര വിഷമാണ് എന്നൊക്കെയുള്ള ധാരണയാണ്. ആക്ച്വലി ഇതൊക്കെ ഈ പാമ്പിനെ പറ്റിയുള്ള നമ്മുടെ തെറ്റിദ്ധാരണകളുടെ പേരിൽ ഉണ്ടായി വന്ന പഴഞ്ചൊല്ലുകളാണ്. ചേര ഒഴികെ ബാക്കി എല്ലാത്തിനും വിഷമുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ നിന്ന് ഇനങ്ങൾ തിരിച്ചറിയാൻ മലയാളിക്ക് പണ്ട് മുതലേ അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ ധാരാളം പേരുകളൊക്കെ വന്നത്. മോതിരവളയൻ എന്നുള്ള പേര് സ്യൂട്ടാവുന്നത് ശരിക്ക് കാട്ടുപാമ്പിനാണ്, ട്രിങ്കറ്റ് സ്നേക്കിനാണ്. അതിൻ്റെ വളയങ്ങളാണ് മോതിരം പോലെ ഇരിക്കുന്നത്, പക്ഷെ നമ്മൾ വിളിക്കുന്നത് 8 അടി വീരനാണ്. ചേനത്തണ്ടൻ എന്നുള്ള പേര് സ്യൂട്ടാവുന്നത് ശരിക്ക് മലമ്പാമ്പിനാണ്. ആൾക്കാർക്ക് എപ്പോഴും മാറിപ്പോകുന്നതാണ് മലമ്പാമ്പും ചേനത്തണ്ടനും തമ്മിൽ. ചേനയുടെ തണ്ട് പോലുള്ള ഇറഗുലർ പാറ്റേൺസ് ഉള്ളത് മലമ്പാമ്പിനാണ്. ചേനത്തണ്ടൻ എന്ന് നമ്മൾ വിളിക്കുന്ന റസൽ സ്വൈപ്പറിന് കൃത്യമായിട്ടുള്ള ചെയിൻലിംഗ് പാറ്റേൺസ് ആണ് അതിനുള്ളത്. അപ്പം ID അല്ലെങ്കിൽ ഏനം തിരിച്ചറിയുക എന്നുള്ളത് എപ്പോഴും കൺഫ്യൂസിങ് ആണ്. ഇനി ചേരയെ പോലും വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. അവർ പറയുന്നത് എന്താണ്? ചേര സാധാരണഗതിയിൽ കടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ മഞ്ഞച്ചേര നേരെ കടിച്ചാൽ കുഴപ്പമില്ല, മലർന്ന് കടിച്ചാൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ചേരയെ പോലും വെറുതെ വിടാത്ത മഞ്ഞച്ചേര മലർന്ന് കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല എന്ന് ചേരയെ പോലും
വെറുതെ വിടാത്ത ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ്. ആക്ച്വലി മെജോറിറ്റി 132ഓളം സ്പീഷീസ് നമുക്ക് കേരളത്തിലുള്ളതിൽ മെജോറിറ്റിയും 80%-ഓളവും വിഷമില്ലാത്ത ഒരു വിധത്തിലുള്ള അപകടങ്ങളുമില്ലാത്ത പാമ്പുകളാണ്, സേഫ് ആയിട്ടുള്ള പാമ്പുകളാണ്. ചില പാമ്പ് മൈൽഡ്ലി വെനമസ് ആണ്. ഇപ്പൊ ഈ പക്ഷികൾക്ക് വെള്ളം വെക്കുക, ഇൻഡോർ പ്ലാന്റ്സ്, ഇതൊക്കെ എത്രത്തോളം? പക്ഷികൾക്ക് വെള്ളം വയ്ക്കുന്നത് കുടിക്കാൻ വേണ്ടി പാമ്പ് വരുമെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. ആക്ച്വലി അത് പക്ഷികൾ ഈ കടുത്ത വേനലിൽ പക്ഷികൾക്ക് വെള്ളം വെക്കുക എന്ന് പറയുന്നത് ഒരു വളരെ ഒരു സൽക്കർമ്മം, അല്ലെങ്കിൽ അത്തരത്തിൽ അവയും കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നല്ല പ്രവൃത്തിയാണ്. അത് നിലത്ത് വെച്ചാൽ പാമ്പുകൾക്ക് ഈ പക്ഷികളെ പോലെ എപ്പോഴും വന്ന് വെള്ളം കുടിക്കുകയോ വെള്ളത്തിൽ ഇറങ്ങിക്കിടക്കുകയോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം കുറവാണ്. ഇപ്പം നമ്മൾ കാട്ടിലൊക്കെ സ്ഥിരമായിട്ട് വനപാലകർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാജവെമ്പാലയൊക്കെയുള്ള വനങ്ങളിൽ പോകുമ്പോഴേക്കും ഈ വേനൽ ചൂട് കിടക്കുന്ന സമയങ്ങളിൽ ഈ രാജവെമ്പാല രാവിലെ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളെയൊക്കെ കൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ വിട്ടതുപോലെ അത് വൈകുന്നേരം ആയാലും കയറി പോകത്തില്ല. അതിങ്ങനെ നീന്തി ഇങ്ങനെ നടക്കുന്നതാണ് ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ പാമ്പുകൾക്കൊന്നും ഒരുപാട് വെള്ളം കുടിക്കണം അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് ദിവസങ്ങൾ കൂടുമ്പോൾ ഇച്ചിരി വെള്ളത്തിൻ്റെ റിക്വയർമെൻറ്റ്, പലപ്പോഴും വെള്ളത്തിൻ്റെ ആവശ്യം അത് പിടികൂടി കഴിക്കുന്ന ഇരയിലൂടെ തന്നെ അത് മീറ്റ് ചെയ്യും. വെള്ളമായിട്ട് തന്നെ കുടിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഇനി നിലത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പാമ്പ് ഒന്ന് കുടിക്കുമെന്ന് ഭയം ഉണ്ടെങ്കിൽ അല്പം ഉയർന്ന സ്ഥലങ്ങളിലോ ചിലപ്പോൾ മരത്തിൻ്റെ ചില്ലയിൽ ഇങ്ങനെ തൂക്കിയൊക്കെ ഇടാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ചെറിയ പക്ഷികളൊക്കെ വന്ന് ആ വെള്ളം കുടിച്ചുകൊണ്ട് പോകാറുണ്ട്. പക്ഷേ നിലത്ത് വയ്ക്കുന്ന സ്ഥലങ്ങളിൽ കൂട്ടമായിട്ട് പക്ഷികളൊക്കെ വന്ന് അതിൽ കുളിച്ച് ഒന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടൊക്കെയാണ് പോകാറ്. വെള്ളം വയ്ക്കുന്നത് നല്ലതാണ്. ഇനി പാമ്പ് ഒന്ന് കുടിക്കും അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടി പാമ്പ് ആ പ്രദേശത്തേക്ക് വരുമെന്ന് ഭയം ഉണ്ടെങ്കിൽ തൂക്കിയിടുന്നത് നല്ലതാണ്.